സർവീസ് റൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കിയത്. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ ഇപ്പോൾ ജോയിൻ ടൈമിന്റെ ആണെങ്കിലും ലീവിന്റെ ഒക്കെ ആണെങ്കിലും നിരന്തരം സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഫിക്സേഷന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ ആർക്കും സംശയമില്ല. ഒന്നുകിൽ എല്ലാം നല്ലോണം മനസ്സിലായി, അല്ലെ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. 1-2 പേരുടെ പ്രതികരണങ്ങളിൽ നിന്നും അറിഞ്ഞത് ഒന്നും മനസ്സിലായില്ല എന്നാണ്. നല്ലതാണ്. ഒന്നും മനസ്സിലാകാത്തത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നതാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ പോകാം. ഒന്നും മനസ്സിലാകാതെ പോകാം. എല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നെ പോകാം. ഫിക്സേഷനുമായി ബന്ധപ്പെട്ട 3 റൂളുകളിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരാം. ഒന്നുപോലും തെറ്റില്ല, തെറ്റേണ്ട സാഹചര്യമില്ല. 3 റൂളുകളുടെ അടിസ്ഥാനം മനസ്സിലാക്കി പോകുമ്പോൾ ഒരു തെറ്റും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് കണക്കാണ്. അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കാലത്തേക്ക് അത് അങ്ങനെ തന്നെ കിടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ ഇന്ന് വരെ എടുത്തതെല്ലാം നമുക്ക് വളരെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കുമ്പോൾ നല്ലവണ്ണം ദഹനം നടക്കും. ഇതുവരെ പറഞ്ഞത് സർവീസ് റൂൾ KSRൽ പറയുന്ന ചട്ടങ്ങളുടെ വിശദീകരണമാണ്. സാധാരണ ഒരു ക്യാപ്സ്യൂളിൽ നിന്ന് വിശദീകരണത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. എന്നാൽ KSRന്റെ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തില് വിശദീകരണം നൽകി ക്യാപ്സ്യൂളിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിൽ ഉറക്കുക എന്നാണ് ഒരു അനുഭവം കാണിക്കുന്നത്. അത് നമുക്ക് ഇന്ന് വ്യക്തമാക്കാം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ എല്ലാവരുടെയും ബുക്കും പെന്നും കരുതുക. മറ്റൊരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ചോദ്യങ്ങൾ തന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രതികരണ രൂപേണ അറിയിക്കേണ്ടതാണ്. സംശയ നിവാരണം നടത്തേണ്ടത് നമുക്ക് സംശയ നിവാരണം നടത്തുകയും ചെയ്യാം. ഫിക്സേഷനിലേക്ക് പോകുക. 3 റൂളുകൾ ഞാൻ പറഞ്ഞു. 28, 28A, 37A. ഈ 3 റൂളുകളും 2 റൂളുകൾ നമ്മൾ കഴിഞ്ഞു. റൂൾ 28ഉം റൂൾ 37Aയും. സംശയങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. സംശയം പൂർണ്ണമായിട്ട് നമുക്കിന്ന് ഒഴിവാക്കാം. 3ാമത്തെ റൂളും കൂടെ കഴിഞ്ഞതിന് ശേഷം ആ സംശയങ്ങൾ പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്നാണ് വിശ്വാസം. റൂൾ 28A, റൂൾ 28ഉം റൂൾ 37Aയും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞതിന് ശേഷം റൂൾ 28Aയിലേക്ക് കിടക്കാം. ഫിക്സേഷന്റെ ആധാരം ചില പ്രത്യേക പോയിന്റുകളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. റൂൾ 28, റൂൾ 37A, റൂൾ 28A 68,700 എന്ന് പറയുന്ന ഒരു ബേസിക് പേയുടെ അടിസ്ഥാനം ആണ് പ്രാഥമികമായും ഈ 3 റൂളുകളും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ലേക്ക് പോകുവാനുള്ള മാർഗത്തിന്റെ 1ാമത്തെ ഘട്ടം. 2ാമത്തെ ഘട്ടം, whether the promotion is substantive or officiating or below 68,700. ഈ 2ാമത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് 3 റൂളുകൾ ഉപയോഗിക്കുന്നത്. റൂൾ 28 ഉപയോഗിക്കുമ്പോൾ 68,700 മുകളിൽ ഗ്രേറ്റർ ദാൻ 68,700 ബേസിക് പേ, സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ഉറപ്പാണ്. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉപയോഗിക്കേണ്ട റൂൾ 28 ആണ്. റൂൾ 37A ആണെങ്കിൽ 68,700 മുകളിലായിരിക്കണം പേ. പോസ്റ്റിംഗ്, പുതിയ പ്രൊമോഷൻ കിട്ടുന്നത്
ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കായിരിക്കണം. 68,700 മുകളിൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ആണെങ്കിൽ റൂൾ 28, 68,000 മുകളിൽ ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻ പോസ്റ്റിലേക്കാണെങ്കിൽ 37A. 28A ഉപയോഗിക്കുന്നതോ 68,000 ചുവടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും. ബേസിക് പേ 68,700 ചുവടെയാണെങ്കിൽ 28A. അതായത് കോമൺ ആയിട്ട് കൂടുതൽ വിഭാഗം ജീവനക്കാരെ ബാധിക്കുന്ന റൂൾ 28A ആണ്. റൂൾ 28A പല പേർവിഷനുകളിലും അതിന്റെ ചില വ്യതിയാനങ്ങൾ വരുത്താറുണ്ട്. റൂളുകൾക്ക്, ഫിക്സേഷൻ റൂളുകൾക്ക്. അതിനനുസരിച്ച് KSRൽ അമെന്റ്മെന്റ് വരും. 1-2-16 മുൻപും 1-2-16 ശേഷവും റൂൾ 28A ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. നമുക്ക് ഇപ്പോഴുള്ള തരം, ഇപ്പോൾ എങ്ങനെയാണ് റൂൾ 28A ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് പഴയ 1-2-16 മുമ്പ് എങ്ങനെയായിരുന്നു റൂൾ 28A ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. റൂൾ 28A പ്രയോഗിക്കണമെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം? ഒന്ന്, ഒറ്റ കണ്ടീഷനുള്ളൂ, ബിലോ 68,700. 68,700 താഴെയാണ് ബേസിക് പേ എങ്കിൽ ഒന്നും നോക്കേണ്ട, അവിടെ ഉപയോഗിക്കേണ്ട റൂൾ 28A ആണ്. റൂൾ 28Aയിലേക്ക് പോകുമ്പോൾ പ്രൊമോഷനുകൾ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കാകാം, ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കാകാം. സബ്സ്റ്റാൻറ്റീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേ സ്കെയിലുകളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് ഉണ്ട്. ഒരു വർഷത്തിൽ ഒരു ദിവസം നമ്മുടേതാണ്. ഒരു ഇൻക്രിമെന്റ് ഡേറ്റ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന പോലെ. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ നമുക്ക് സർവീസിൽ നമ്മൾ ജനിച്ച ഒരു ദിവസമുണ്ട്. സർവീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സർവീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ദിവസങ്ങൾ നമുക്ക് വാർഷികമായിട്ട് ശമ്പളത്തിൽ വർധനവുണ്ടാക്കുന്ന ദിവസത്തെയാണ് നമ്മൾ ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് ഇത് ഉണ്ടാക്കുക. വർഷത്തിലൊരിക്കൽ നമ്മുടെ ശമ്പളം, ബേസിക് പേ, അടിസ്ഥാന ശമ്പളത്തിൽ ഒരു വർധന ഉണ്ടാവും. ആ ദിവസത്തെയാണ് നമ്മൾ നമ്മുടെ ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് ഏതോ ഒരു മാസത്തിന്റെ 1-ാം തീയതി ആയിരിക്കും. ഏതോ ഒരു മാസം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആയിരിക്കും, ഓരോ മാസങ്ങളായിരിക്കും. 1-3 ഉണ്ടെങ്കിൽ മറ്റൊരാൾ 1-7 1-4 1 ഏതോ ഈ 12 മാസങ്ങളിൽ ഏതോ ഒരു മാസമായിരിക്കാം നമ്മുടെ ഇൻക്രിമെന്റ് ഡേറ്റ്. അപ്പോൾ എല്ലാ ജീവനക്കാരനും ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് ഉണ്ട്. എല്ലാ ജീവനക്കാരനും ഒരു പേ സ്കെയിൽ ഉണ്ട്. ഈ പേ സ്കെയിലിൽ നിന്നാണ് നമ്മുടെ ശമ്പളം എടുത്തു കൊണ്ടുവരുന്നത്. ഈ ശമ്പളം പേ സ്കെയിലിലെ ഒരു സ്ഥലത്തിരിക്കും. അത് അങ്ങനെയുള്ള 27 സ്കെയിലുകൾ നിലവിലുണ്ട്. 27 സ്കെയിലുകളിൽ ഒന്നിന്റെ ഉടമസ്ഥാവകാശം നമുക്കാണ്. അങ്ങനെ ഒരു പേ സ്കെയിലിന്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു ജീവനക്കാരന് ഒരു ഇൻക്രിമെന്റ് ഡേറ്റും ഉണ്ട്. ആ ഇൻക്രിമെന്റ് ഡേറ്റിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ശമ്പളം വർദ്ധിച്ചു കൊടുക്കും. പണിഷ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ, ഡിസിപ്ലിനറി നമ്മുടെ നടപടി, അച്ചടക്ക നടപടികളിലൊന്നുമല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വാർഷികമായിട്ട് ഒരു വർഷത്തിന്റെ ഒരു മാസത്തിന്റെ 1-ാം തീയതി ശമ്പളം വർദ്ധിക്കും. അതിന് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു ഇൻക്രിമെന്റ് ഡേറ്റിൽ ഒരാൾ ഒരു പേ സ്കെയിലുമായിട്ട് ഇങ്ങനെ അയാളുടെ സർവീസിൽ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടാം. പ്രൊമോഷൻ കിട്ടുമ്പോഴാണ് ശമ്പളം ഫിക്സ് ചെയ്യുക. പ്രൊമോഷൻ കിട്ടുമ്പോഴും ഫിക്സ് ചെയ്യാം, ഗ്രേഡ് കിട്ടുമ്പോഴും ശമ്പളം ഫിക്സ് ചെയ്യാം. നമ്മൾ ശമ്പളം ഫിക്സ് ചെയ്യുന്നത് ഗ്രേഡ് കിട്ടുമ്പോഴും പ്രൊമോഷൻ കിട്ടുമ്പോഴുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് പറഞ്ഞു, പേ റിവിഷൻ വരുമ്പോൾ ഫിക്സേഷൻ നടക്കും. നമ്മുടെ റിവേർഷൻ, പുറകോട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് റിവേർഷൻ ആകാം. ആ റിവേർഷൻ ആകുമ്പോൾ പേ ഫിക്സ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൊമോഷൻ ഫിക്സേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉപയോഗിക്കുന്ന 3 റൂളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 68,700 ചുവടെ ശമ്പളമുള്ള ഒരാളുടെ പേ ഫിക്സ് ചെയ്യുന്ന റൂൾ 28A പ്രകാരമാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നടന്ന 2 ഫിക്സേഷനുകൾ, റൂൾ 28ഉം റൂൾ 37Aയും എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞു
പക്ഷെ പലർക്കും നല്ലൊരു ശതമാനത്തിനും അത് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. പ്രതികരണം ഇല്ലാത്തപ്പോഴാണല്ലോ എന്തോ കുഴപ്പമുണ്ടായി എന്ന് അറിയേണ്ടത്. അങ്ങനെ പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് 1-2 പേരൊക്കെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കാം. പക്ഷെ ഇത് സംബന്ധിച്ച് ആരും സംശയം ചോദിക്കാത്തത് കൊണ്ട് ഉള്ള ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. ഫിക്സേഷനിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നമുക്ക് പരിഹരിച്ചേ പറ്റുള്ളൂ, ഇതറിഞ്ഞേ പറ്റുള്ളൂ. റൂൾ 28 പ്രയോഗിക്കണമെങ്കിൽ 68,700 സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ്. ഈ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിനകത്തേക്കുള്ള പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരം പോസ്റ്റിലേക്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ നിലനിന്നിരുന്ന പോസ്റ്റ് ഇല്ലാണ്ടാകും എന്ന് നമ്മൾ കരുതണം. അങ്ങനെ നിലവിലുള്ള പോസ്റ്റിനെ ഒഴിവാക്കുമ്പോൾ അതിന് ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് ഉണ്ടായിരുന്നു. ആ ഇൻക്രിമെന്റ് ഡേറ്റ് നമുക്ക് ഇല്ലാണ്ടാകും. പുതിയൊരു ഇൻക്രിമെന്റ് ഡേറ്റിലേക്ക് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആകുമ്പോൾ മാറും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 68,700 മുകളിൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള പ്രൊമോഷൻ ആകുമ്പോൾ പ്രയോഗിക്കേണ്ട റൂൾ 28 ആണ്. ഒരു ഉദാഹരണത്തിലേക്ക് വന്നു. 1/7 ഇൻക്രിമെന്റ് ഡേറ്റ് ഉള്ള 1/7/15 ഇൻക്രിമെന്റ് ഡേറ്റ് ഉള്ള ഒരാൾ പ്രൊമോഷൻ കിട്ടി സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കാണ്. പ്രൊമോഷൻ കിട്ടുന്ന ഡേറ്റ് 1/2/16 ആണ്. അത് 1/7/15 കഴിഞ്ഞിട്ട് 1/2/16 ആയപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടി. അതിന്റെ അർത്ഥം അല്ല, അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റിന് മുൻപ് അയാൾക്ക് പ്രൊമോഷൻ കിട്ടി അല്ലേ? 1/7/15 കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് 1/7/16 ആയിരുന്നു. പക്ഷെ 1/6/16 പോകുന്നതിന് മുമ്പേ 1/2/16 ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയതിന്റെ പ്രൊമോഷൻ കിട്ടിയാൽ കിട്ടിയ പ്രൊമോഷൻ പോസ്റ്റ് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ആണ്. പ്രൊമോഷൻ കിട്ടിയാൽ ഫിക്സേഷൻ കൊടുത്തേ പറ്റൂ. ഇവിടെ പ്രയോഗിക്കേണ്ട റൂള് 68,700 മുകളിലും സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആയതുകൊണ്ട് റൂൾ 28 ആണ് ഉറപ്പ്. റൂൾ 28 സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആയതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 68,700 മുകളിലാണ്. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് അറിയേണ്ടതാണ്, ഒരാൾ പ്രൊമോഷൻ കിട്ടുമ്പോൾ 2 സ്കെയിലുകളുണ്ട്. ഒന്ന് അയാൾ നിലനിന്നിരുന്ന സ്കെയിൽ, മറ്റൊന്ന് അയാൾ പ്രൊമോഷൻ കിട്ടിപ്പോകുന്ന സ്കെയിൽ. നിലനിന്നിരുന്ന സ്കെയിൽ, ഇതുവരെ യാത്ര ചെയ്ത സ്കെയിലിനെ ലോവർ ടൈം സ്കെയിൽ എന്നും, പുതിയ സ്കെയില് മേടിക്കാൻ പോകുന്ന, കടന്നു കയറാൻ പോകുന്ന, സ്വീകരിക്കാൻ പോകുന്ന ആ സ്കെയിലിനെ, സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് കിട്ടുന്ന ആ സ്കെയിലിനെ ഹയർ ടൈം സ്കെയിൽ എന്ന് പറയുന്നു. STS, LTS, STS. ഒരു LTS ലോവർ ടൈം സ്കെയിലിൽ നിന്നും ഹയർ ടൈം സ്കെയിലിലേക്ക് പോകുന്ന ആ യാത്രയാണ് നമ്മൾ ഫിക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോവർ ടൈം സ്കെയിലിൽ നിന്നും ഹയർ ടൈം സ്കെയിലിൽ പോകുമ്പോഴത്തേക്കും ഇയാൾക്കൊരു ബെനിഫിറ്റ് കൊടുക്കണം. നമ്മൾ ചില വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ സമ്മാന പൊതികളൊക്കെ ആയിട്ട് പോകുന്ന പോലെ, പലഹാരങ്ങളും മറ്റൊക്കെ പോകുന്നത് പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിൽ കരുതി, ഒരു കനം കരുതി എന്ന് പറഞ്ഞതുപോലെ കനം കരുതിയിട്ട് അവർക്ക് കൊടുക്കും പുതിയ വീട്ടിലേക്ക്. അപ്പോൾ പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് പോകുന്ന ഒരു ഗിഫ്റ്റുമായിട്ട് പോകുന്ന ഗിഫ്റ്റ് ആ പുതിയ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, പഴയ സ്കെയിലിൽ നിന്നും പുതിയ സ്കെയിലിലേക്ക് പോകുമ്പോൾ നമുക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കെയിലിൽ പേയോട് എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് വേണം പുതിയ വീട്ടിലേക്ക് പുതിയ സ്കെയിലിലേക്ക് കടന്നു കയറുവാൻ, പുതിയ സ്കെയിലിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പ്രവേശിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. 1/7/15 83,000 രൂപ അടിസ്ഥാന ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരൻ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് 1/2/16 പ്രൊമോഷൻ ആയതുകൊണ്ട് ആ പ്രൊമോഷൻ ബെനിഫിറ്റ് ആയിട്ട് അയാൾക്ക് ഒരു ഇൻക്രിമെന്റ് കൊടുക്കണം. ആ സമ്മാന പൊതി എന്ന് പറയുന്നത് ഇവിടെ ഇൻക്രിമെന്റ് ആണ്. ഏത് ഇൻക്രിമെന്റ് ആണ് കൊടുക്കുക? ഇയാള് മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം 83,000 ആണ്. 83,000 കഴിഞ്ഞാൽ എത്രയാണോ ഇയാൾ മേടിക്കാൻ പോകുന്ന ഇൻക്രിമെന്റ്, വാർഷികമായിട്ട് കിട്ടേണ്ട ഇൻക്രിമെന്റ് ഏത് എന്ന് നമുക്ക് വേറെ എവിടെയും നോക്കണ്ട. നമ്മുടെ ഒരു സ്കെയില് തന്നിട്ടുണ്ട്, 2 സ്കെയിലുകൾ തന്നിട്ടുണ്ട്.
68,700 തുടങ്ങി 1,10,400 തീരുന്ന ഇയാൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സ്കെയിലായ ലോവർ ടൈം സ്കെയിലും 77,400 തുടങ്ങി 1,15,200 തീരുന്ന പ്രൊമോഷൻ കിട്ടിയ സ്കെയില് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റുള്ള സ്കെയിലായിട്ടുള്ള ഇവിടെ ഇയാൾക്ക് സബ്സ്റ്റാൻറ്റീവ് സ്കെയിലുള്ള പോസ്റ്റുള്ള സ്കെയിലായിട്ടുള്ള രണ്ടാമത്തെ സ്കെയില ഹയർ ടൈം സ്കെയിലിലേക്കാണ് പോകുന്നത്. 83,000 ഈ ലോവർ ടൈം സ്കെയിൽ ഇയാൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സ്കെയിലിൽ എവിടെയാണ് 83,000 എന്ന് നോക്കുക. ആ സ്കെയിലിൽ അത് വിശദീകരിച്ച് ഇൻക്രിമെന്റ് റേറ്റുകൾ പുറത്തിണക്കി എഴുതിയാൽ നമുക്ക് സ്പഷ്ടമായി കാണാൻ കഴിയും. 81,000-നും 97,000-നും ഇടക്കാണ് ഈ 83,000 എന്നുള്ള തുക. 81,000-നും 97,000-നും ഇടയ്ക്ക് കിട്ടുന്ന ഇൻക്രിമെന്റ് 81,000 തുടങ്ങി 97,000 വരെ എത്തുമ്പോൾ ഇയാൾക്ക് വാർഷികമായി കിട്ടേണ്ട ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 2,000 ആണ്. 83,000 മേടിക്കുന്നു, ഫിക്സേഷന്റെ ഭാഗമായിട്ട് 83,000 മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ അവിടെ ഒരു ഇൻക്രിമെന്റ് കൊടുക്കണം. ഇവിടെ കൊടുക്കേണ്ട ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് ആണ്. പേ സ്കെയിൽ നോക്കി വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2,000 ആണ്. ആ 2,000 83,000 നിലവിൽ അയാൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ കൂടെ 2,000 കൂട്ടുന്നു. അത് 85,000 മാറുന്നു. എപ്പോൾ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പ്രൊമോഷൻ കിട്ടിയപ്പോൾ എന്നാണ് ഇവിടെ പ്രൊമോഷൻ കിട്ടിയത് 1/2/16. അപ്പോ 1/7/15 83,000 പുറപ്പെട്ട ഇയാൾ 1/2/16 ആയപ്പോൾ പ്രൊമോഷൻ ആയതുകൊണ്ട് അവിടെ ഇൻക്രിമെന്റ് ഡേറ്റിന് മുമ്പ് പ്രൊമോഷൻ ആയതുകൊണ്ട് ഇൻക്രിമെന്റ് എത്തുന്നതിന് മുമ്പ് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. എന്തുകൊണ്ട്? പ്രൊമോഷൻ കിട്ടിയപ്പോൾ. അങ്ങനെ ഇയാൾക്ക് 1/7/16 കിട്ടേണ്ട ഇൻക്രിമെന്റ് 1/2/16 ഇയാളുടെ ബേസിക് പേയോട് കൂടെ കൂട്ടിയിട്ട് ബേസിക് പേ വരുന്നു. 83,000 85,000 മാറി. 85,000 ആയിട്ട് മാറേണ്ടത് 1/7/16 ആയിരുന്നു. പക്ഷേ 1/7/16 വരെ കാത്തു നിൽക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഇടക്ക് വെച്ച് പ്രൊമോഷൻ കിട്ടിയോണ്ട് ആ പ്രൊമോഷൻ ഡേറ്റിൽ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് കൊടുത്തുകൊണ്ട് 83,000 85,000 മാറുന്നു. ഇയാൾ ഇൻക്രിമെന്റ് ഡേറ്റ് എന്തായിരുന്നു? 1/7 ആണ്. പ്രൊമോഷൻ കിട്ടിയ ഡേറ്റ് എന്താണ്? 1/2/16 ആണ്. 1/7/15 നിന്ന് 1/2/16 എത്തിയപ്പോൾ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് 83,000 എന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം 85,000 ആയിട്ട് മാറി. ഇനി നോക്കേണ്ടത് ഇയാൾക്ക് അടുത്ത ഇൻക്രിമെന്റ് എന്ന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരാൾക്ക് ഇൻക്രിമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് വാർഷികമാണ്, ആനുവൽ ആണ് ഇൻക്രിമെന്റ്. ഇവിടെ പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് 1/7/15 നിന്നും 1/2/16 പ്രൊമോഷൻ കിട്ടിയത് ഇൻക്രിമെന്റ് കൊടുത്തത് പ്രൊമോഷൻ ബെനിഫിറ്റ് ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ 1/7/16 വരെ കാത്തു നിൽക്കേണ്ട. വാസ്തവത്തിൽ ഇയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 ആണ് വരേണ്ടത്. പക്ഷെ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആയതുകൊണ്ട് ഇയാളുടെ പഴയ പോസ്റ്റിനെ ഒഴിവാക്കുന്നു. പൂർണ്ണമായും പഴയ പോസ്റ്റ് ഒഴിവാക്കുന്നു എന്നാൽ പഴയ ഇൻക്രിമെന്റ് ഡേറ്റും ഒഴിവാകുന്നു. അങ്ങനെ പുതിയ പ്രൊമോഷൻ കിട്ടിയ ദിവസത്തിന്റെ ആ ദിവസമായി മാറുന്നു. ഇയാളുടെ ഇൻക്രിമെന്റ് മാസം അതായി മാറുന്നു, 2-ാം മാസമായി മാറുന്നു. 1/7 എന്നുള്ളതിന് പകരം 1/2 മാറുന്നു. 1/2/16 ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് 83,000 85,000 ആയി. പിന്നെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് അയാളുടെ 1/7 എന്നുള്ളത് ഉപേക്ഷിച്ചേക്കുക, 1/2 മാറുന്നു. അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് 1/2/16 പ്രൊമോഷൻ കിട്ടി, ഫിക്സേഷൻ കൊടുത്തതിന്റെ ഭാഗമായി ഇൻക്രിമെന്റ് ഡേറ്റ് മാറുന്നതിന്റെ ഭാഗമായി ആ പ്രൊമോഷൻ കിട്ടിയ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിൽ പ്രൊമോഷൻ കിട്ടിയ ആ മാസമായി മാറുന്നു അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ്. അവിടെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഇൻക്രിമെന്റ് കിട്ടുന്നുള്ളൂ. 1/2/17 അയാളുടെ ഇൻക്രിമെന്റ് അടുത്ത ഇൻക്രിമെന്റ് പ്രൊമോഷൻ കിട്ടിയതിന് ശേഷമുള്ള ഇൻക്രിമെന്റ് ഡേറ്റ് 1/2 മാറുന്നു. അങ്ങനെ 1/2/17 മാറുന്നു. 1/2/17 അയാളുടെ ഇൻക്രിമെന്റ് അപ്പോഴും എത്രയാണ്? 2,000 തന്നെയാണ്. 97,000 വരെ 2,000 ആണ്. അയാളുടെ പേ 1/2/17 ആകുമ്പോൾ 87,000 മാറുന്നു. ഇതേ ഉള്ളൂ റൂൾ 28. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള ഒരാളുടെ പ്രൊമോഷൻ 68,700 മുകളിലും സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ ഡേറ്റിന് ഒരൊറ്റ ഇൻക്രിമെന്റ് കൊടുക്കുക. അയാളുടെ ഫിക്സേഷൻ കഴിഞ്ഞു, അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് ആ പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുന്നു. ക്ലിയർ? അതാണ് റൂൾ 28. റൂൾ 28 സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷൻ വെച്ചാൽ പ്രൊമോഷൻ ഡേറ്റിന് ഒറ്റ ഇൻക്രിമെന്റ് കൊടുക്കുക, കഥ കഴിഞ്ഞു. ഇൻക്രിമെന്റ് ഡേറ്റ്
പ്രൊമോഷൻ ഡേറ്റായി മാറുന്നു. രണ്ടാം മാസമാണ് പ്രൊമോഷൻ എങ്കിൽ 2-ാം മാസമേ, 3-ാം മാസമാണ് പ്രൊമോഷൻ എങ്കിൽ 3-ാം മാസമേ. ഇനി 7-ാം മാസമായിരുന്നു ഇയാളുടെ പ്രൊമോഷൻ എങ്കിലോ ഇൻക്രിമെന്റ് ഡേറ്റിന് അവിടെ മാറ്റം വരുന്നില്ല. 1/7/16 1/2/16 പകരം ഇയാളുടെ പ്രൊമോഷൻ 1/7/16 ഓക്കെ, 1/7/16 ഫിക്സേഷൻ നടക്കുന്നു. അയാൾക്ക് ആക്ച്വൽ ഇൻക്രിമെന്റ് കൊടുക്കണം. അപ്പൊ 1/7 ആൾക്ക് ഒരു ബെനിഫിറ്റ് കൊടുത്തു. ഒരു പ്രൊമോഷൻ 1/7 ഒന്നും ഒരു ഇൻക്രിമെന്റ് കൊടുക്കും, ഇൻക്രിമെന്റ് ഡേറ്റ് അതായി മാറും. അപ്പോൾ അവിടെ 2 ഇൻക്രിമെന്റ് അടുപ്പിച്ച് കിട്ടും. അങ്ങനെയുള്ള കേസിൽ മാത്രം പ്രൊമോഷൻ ഡേറ്റ് ഇൻക്രിമെന്റ് മാസത്തിൽ തന്നെ ഇപ്പൊ 1/7 അയാൾ ഇൻക്രിമെന്റ് മേടിച്ചു, പ്രൊമോഷൻ കിട്ടുന്ന കാര്യം നമ്മൾ അറിയുന്നത്. നേരത്തെ ഒന്നും പ്രവചിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ലോ പ്രൊമോഷൻ എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ 1/7/16 ഇയാൾ 1/7/15 ആയിരുന്നു പ്രൊമോഷൻ, ഇൻക്രിമെന്റ് 83,000 മേടിച്ച് ഇങ്ങനെ വന്ന് 1/7/16 ഇടയ്ക്കല്ല പ്രൊമോഷൻ, 1/2/16 1/7/16 ആയപ്പോൾ പ്രൊമോഷൻ കിട്ടുന്ന കാര്യമൊന്നും അറിയില്ല. 1/7/16 അപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടി. 1/7/16 അയാൾക്ക് ഇൻക്രിമെന്റ് കൊടുത്തു. അപ്പോൾ 85,000 2/7/16 അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ 2/7/16 ഫിക്സേഷനുമായി ഒരു ഇൻക്രിമെന്റ് കൊടുത്തത്. അപ്പൊ 85,000 87,000 മാറി. അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 തന്നെയായി മാറുന്നു. 1/7/17 അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് ആയി മാറുന്നു. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് പ്രീവിയസ് പോസ്റ്റ് ഇല്ലാണ്ടാവുന്നു, പുതിയ പോസ്റ്റിലേക്ക് കയറുന്നു. ശമ്പളം വർദ്ധിക്കുന്നതനുസരിച്ച് അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് മാറ്റപ്പെടുന്നു. എന്നാൽ ഇൻക്രിമെന്റ് മാസത്തിൽ തന്നെയാണ് പ്രൊമോഷൻ എങ്കിൽ ഇൻക്രിമെന്റ് മാസം മാറുന്നില്ല എന്ന് മാത്രം കണ്ടാൽ മതി. റൂൾ 37A പ്രകാരം റൂൾ 37A പ്രയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു, അവിടെയും കണ്ടീഷൻ നോക്കണം. കണ്ടീഷനുകളാണ്. എന്താ 2 കണ്ടീഷൻ? റൂൾ 37A കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന്, 68,700 മുകളിലാണോ അയാളുടെ അടിസ്ഥാന ശമ്പളം എന്ന് നോക്കണം. ബേസിക് പേ 68,700 മുകളിലാണോ. രണ്ടാമത്തത്, ഇയാളുടെ പ്രൊമോഷൻ പോസ്റ്റ് ഒഫീഷ്യേറ്റിംഗ് ആണോ. അത് 68,700 മുകളിലും പ്രൊമോഷൻ പോസ്റ്റ് ഒഫീഷ്യേറ്റിംഗ് ആണെങ്കിൽ അവിടെ പ്രയോഗിക്കേണ്ട റൂൾ 37A. അവിടെ എളുപ്പമാണ്, ഒന്നുമില്ല ഫിക്സേഷൻ, ഇത്ര മാത്രം കാണുക. എന്താ ഫിക്സേഷൻ കൊടുക്കുക? 1/7/15 83,000, ഇതേ കേസിൽ 83,000 കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ 1/2/16 പ്രൊമോഷൻ ആവുന്നു. പ്രൊമോഷൻ പോസ്റ്റ് ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ് ആണ്. പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു. 83,000 85,000 മാറുന്നു. ഈ 85,000 മാറി അയാൾ നേരെ ഇൻക്രിമെന്റ്, ആക്ച്വൽ ഇൻക്രിമെന്റ് ഡേറ്റ്, കഴിഞ്ഞ വർഷത്തെ ഇൻക്രിമെന്റ് കിട്ടിയ ആ മാസത്തിലേക്ക് ചെല്ലുന്നു. കഴിഞ്ഞ വർഷത്തെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 1/7 ആണ്. അങ്ങനെ 1/7 ചെല്ലുമ്പോൾ 1/7 അയാളുടെ ശമ്പളം 83,000, 1/7/15 83,000 മേടിച്ചു. 1/2/16 പ്രൊമോഷനായി. പ്രൊമോഷൻ ആയതുകൊണ്ട് അയാൾക്ക് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു, ബെനിഫിറ്റ് ആയിട്ട് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു. അങ്ങനെ 83,000 1/2/16 ആയപ്പോൾ 85,000 മാറുന്നു. 85,000 നേരെ അയാളുടെ സാധാരണ സ്വതവേ കിട്ടേണ്ട ഇൻക്രിമെന്റ് ഡേറ്റ് 1/7/16 ആയിരുന്നു. 1/7/15 1/7/16 ആയിരുന്നു. അങ്ങനെ 1/7/16 ഒരു ഇൻക്രിമെന്റും കൂടെ, സാധാരണ കിട്ടേണ്ട ഒരു ഇൻക്രിമെന്റും കൂടെ കൊടുക്കുന്നു. 85,000 87,000 മാറുന്നു. അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 ആയിട്ട് തുടരുന്നു. അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് 1/7/17 മാറുന്നു. ക്ലിയർ ആയോ? ഒറ്റ കാര്യം മാത്രം അവിടെ ശ്രദ്ധിച്ചാൽ മതി. റൂൾ 37A ആണെങ്കിൽ കണ്ടീഷൻ നോക്കുക. എന്താ കണ്ടീഷൻ? ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ് ആണോ, 68,700 മുകളിലാണോ, ഒഫീഷ്യേറ്റിംഗ് ആണോ എങ്കിൽ പ്രയോഗിക്കേണ്ട റൂള് 37A ആണ്. 37A പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം, പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. ആക്ച്വൽ പഴയ ഇൻക്രിമെന്റ് ഡേറ്റ് ഏതാണോ ആ ഇൻക്രിമെന്റ് ഡേറ്റിന്റെ വർഷത്തിലേക്ക് ചെല്ലുമ്പോൾ, ദിവസത്തിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ കൊടുക്കേണ്ട. പ്രൊമോഷൻ കിട്ടിയില്ല എന്നെങ്കിലും അയാൾക്ക് ഇൻക്രിമെന്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ അയാളുടെ ഇൻക്രിമെന്റ് ഒരു വർഷത്തിൽ 2 ഇൻക്രിമെന്റ് കിട്ടുന്ന അതായി മാറുന്നു. ആ 2 ഇൻക്രിമെന്റ് കിട്ടാൻ കാരണം ഒന്ന് പ്രൊമോഷന്റെ ഭാഗമായിട്ട്, ഒന്ന് ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ 1/7/15 83,000 മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ 2 പേ സ്കെയിലുകളൊക്കെ ഉണ്ട്. 2 സ്കെയിൽ ഉണ്ടാവും. പ്രൊമോഷൻ നിലവിലുള്ള സ്കെയിലും പ്രൊമോഷൻ കിട്ടുന്ന സ്കെയിലും. അതിന് ലോവർ ടൈം സ്കെയിലോ ഹയർ ടൈം സ്കെയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ഫിക്സ് ചെയ്യുന്ന രീതി മാത്രം മനസ്സിലാക്കാം. പേ സ്കെയിലൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. എങ്കിലും 2 സ്കെയിലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊമോഷന്റെ ഫിക്സേഷൻ നടക്കുള്ളൂ. 2 സ്കെയിലുകൾ ഉണ്ടാവും. പഴയ സ്കെയിലും പുതിയ സ്കെയിലും, നിലവിലുള്ള സ്കെയിലും പ്രൊമോഷൻ കിട്ടുന്ന സ്കെയിൽ, 2 സ്കെയിൽ ഉണ്ടാവും. ഈ 2 സ്കെയിലുകളിൽ ഫിക്സേഷൻ നടക്കുമ്പോൾ ഇത്ര കാര്യം നോക്കിയാൽ മതി.
37A ഫിക്സേഷൻ നടക്കുമ്പോൾ പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. അയാൾക്ക് ആക്ച്വൽ ഇൻക്രിമെന്റ് കിട്ടേണ്ട ദിവസം ഏതാണ്? 1/7 അയാളുടെ 1/7/15 ഇയാളുടെ പേ വന്നത്. അപ്പോൾ അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ്, നിലവിലുള്ള ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 1/7/15 83,000. പ്രൊമോഷൻ കിട്ടി 1/2/14 83,000. 2,000 രൂപ ഇൻക്രിമെന്റ് കൂട്ടി 85,000 ആക്കി മാറ്റുന്നു. ഈ 85,000 വന്നിട്ട് നേരെ 1/7/16 എന്ന് പറഞ്ഞ അടുത്ത ഇൻക്രിമെന്റ് കിട്ടേണ്ട ദിവസമായിരുന്നു. ആ ഇൻക്രിമെന്റ് ഡേറ്റിന് ആക്ച്വൽ ആയിട്ട് ഒരു ഇൻക്രിമെന്റും കൂടെ കൊടുക്കുന്നു. അങ്ങനെ 85,000 87,000 1/7/16 മുതലാവുന്നു. അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് 1/7/17 ആയിരിക്കും. ആക്ച്വൽ ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. ഇൻക്രിമെന്റ് ഡേറ്റ് മാറുന്നില്ല. കാരണം ഇവിടെ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റുള്ള പ്രൊമോഷൻ ആയതുകൊണ്ട്. അതാണ് റൂൾ 37A. ക്ലിയർ ആയോ? റൂൾ 28 ആണെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് 68,700 മുകളിൽ പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുക. റൂൾ 37A ആണെങ്കിൽ ഒഫീഷ്യേറ്റിംഗ് 68,700 മുകളിലും ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആയിരിക്കും റൂൾ 37A പ്രയോഗിക്കുവാൻ. അവിടെ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. ആക്ച്വൽ ഇൻക്രിമെന്റ് ഡേറ്റ് ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻ ആയത് ഇൻക്രിമെന്റ് ഡേറ്റ് മാറുന്നില്ല. സാധാരണ കിട്ടേണ്ട ഇൻക്രിമെന്റ് ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. റൂൾ 37A ഫിക്സേഷൻ ഓവർ. ഇത്രയേ ഉള്ളൂ 2 ഫിക്സേഷനുകൾ. കഴിഞ്ഞ ക്ലാസ്സുകൾ ഇങ്ങനെ. അതിന്റെ പ്രയോഗം ഇങ്ങനെയാണ്. ലോവർ ടൈം സ്കെയിലിൽ ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് ഹയർ ടൈം സ്കെയിൽ എത്തിച്ചിട്ട് സബ്സ്റ്റാൻറ്റീവ് 68,700 മുകളിലും സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റും ആണെങ്കിൽ പ്രയോഗം എങ്ങനെയാണ്? ലോവർ ടൈം സ്കെയിലിൽ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് നിലവിലുള്ള ബേസിക് പേയോടുകൂടെ കൂട്ടി ഇതിനെ ഹയർ ടൈം സ്കെയിലുള്ള സ്റ്റേജിൽ കൊണ്ടുപോയി നിർത്തി അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊമോഷൻ ഡേറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് റൂൾ 28A. ഇങ്ങനെ ചുറ്റി തിരിച്ചു പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. റൂൾ 37A ആണെങ്കിലോ ലോവർ ടൈം സ്കെയിലിൽ ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് പ്രൊമോഷൻ ഡേറ്റ് ആയ ഡേറ്റിൽ ലോവർ ടൈം സ്കെയിലിൽ ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് ഇതിനെ ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് എത്തിച്ചിട്ട് ഹയർ ടൈം സ്കെയിലിലെ അടുത്ത സ്റ്റേജ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നു ഇൻക്രിമെന്റ് ഡേറ്റിൽ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. സർവീസ് റൂളിൽ പറയുന്നത് അങ്ങനെയാണ്. കഥ ഇത്രയേ ഉള്ളൂ. 68,700 മുകളിൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ആണെങ്കിൽ പ്രൊമോഷൻ ഡേറ്റ് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊമോഷൻ ഡേറ്റ് ആയിട്ട് മാറുക. പഴയ ഇൻക്രിമെന്റ് ഡേറ്റ് ഒഴിവാക്കുക. റൂൾ 37A ആണെങ്കിൽ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷനാണ്. 68,700 മുകളിലാണ് പേ എങ്കിൽ ഫിക്സ് ചെയ്യുന്ന എങ്ങനെയാണ്? പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുക. ആ ഇൻക്രിമെന്റോട് കൂട്ടിയ തുകയെ ഇൻക്രിമെന്റ് ഡേറ്റിൽ കൊണ്ടുവരിക. അവിടെ ആക്ച്വൽ ആയിട്ട് ഒരു ഇൻക്രിമെന്റും കൂടെ കൊടുക്കുക. അവിടെ ഫിക്സേഷൻ അതോടൊപ്പം കഴിയുന്നു. ഇതാണ് റൂൾ 37A പ്രയോഗം. അടുത്തത് മൂന്നാമത്തെ റൂള്. രണ്ടും കൂടെ ചേർന്ന ഒരു തരം റൂളാണ്. റൂൾ 28A പൊതുവിൽ ജീവനക്കാർക്കിടയിൽ നല്ലൊരു ശതമാനം ജീവനക്കാർക്കിടയിൽ ഉപയോഗിക്കുന്ന റൂളാണ്. നല്ലൊരു 68,700 താഴെയായിരിക്കും നല്ലൊരു ശതമാനം ജീവനക്കാരുടെ, ഏകദേശം ഒരു 75-80% ജീവനക്കാരുടെ ശമ്പളം 68,700 മുകളിൽ താഴെയായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ റൂൾ 28A ആണ് ഉപയോഗിക്കുക. റൂൾ 28Aയിൽ നിലവിലുള്ള ഫിക്സേഷൻ രീതിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെയും സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് വരാം, ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കും വരാം. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് റൂൾ 28A പ്രയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. റൂൾ 28A സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷന് പ്രയോഗിക്കാം. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ഈ 68,000 70,000 അല്ലെങ്കിൽ താഴെ സ്കെയിലൊന്നും പാടില്ല എന്നൊന്നുമില്ല. പെർമനന്റ് പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാകാം. വളരെ റെയർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് റൂൾ 28A പ്രയോഗിക്കണമെങ്കിൽ 68,700 താഴെയാണെങ്കിൽ പിന്നീട് നോക്കേണ്ടത് സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആണോ ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻ ആണോ.
സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആണെങ്കിൽ റൂൾ 28A പ്രകാരം സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള ഫിക്സേഷൻ ആണെങ്കിൽ ഇത് തന്നെ നമുക്ക് ഇത് തന്നെ നോക്കാം. സ്കെയിലുകൾ മാറ്റിക്കൊണ്ട് മറ്റ് രണ്ട് താഴ്ന്ന സ്കെയിലുകൾ നമ്മൾ പ്രയോഗിക്കുന്നു. ഒന്ന് 32,300 തുടങ്ങി 68,700 തീരുന്ന ഒരു സ്കെയിലും ലോവർ ടൈം സ്കെയിലും 35,700 തുടങ്ങി 75,600 35,700 തുടങ്ങി 75,600 തീരുന്ന മറ്റൊരു സ്കെയിൽ. ഒരാൾ പ്രൊമോഷൻ ആകാം. അയാൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 32,300 തുടങ്ങി 68,700 തീരുന്ന ഒരു സ്കെയിലിലാണ് അയാൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ പ്രൊമോഷൻ ആകുന്നത് പുതിയൊരു സ്കെയിലിലേക്ക്. അത് 35,700 തുടങ്ങി 75,600 ആ തീരുന്നത്. അപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സ്കെയിലിനെ സ്വാഭാവികമായിട്ടും നമ്മൾ വിളിക്കുന്ന പേര് ലോവർ ടൈം സ്കെയിൽ എന്നാണ്. പ്രൊമോഷൻ കിട്ടിപ്പോകുന്ന സ്കെയില്, അതായത് 35,700 തുടങ്ങി 75,600 തീരുന്ന ആ സ്കെയിലിനെ നമ്മൾ ഹയർ ടൈം സ്കെയിൽ എന്ന് വിളിക്കുന്നു. നമുക്ക് ഡേറ്റും എല്ലാം ഇത് തന്നെ ഉപയോഗിക്കാം. കാരണം പുതിയ ഡേറ്റിലേക്ക് കൂടുതൽ കൺഫ്യൂഷൻ, ഒരേ ഡേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എളുപ്പവഴിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോ ഈ മലയാള ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ പുതിയൊരു രീതി, ഈ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ കണ്ടൊരു രീതി കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഞാൻ അടക്കി ഇത് പറയില്ല, എളുപ്പത്തിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു രീതി കണ്ടപ്പോൾ ഒരു ക്ലാസ് കണ്ടപ്പോൾ തോന്നിയ ഒരു കൺഫ്യൂഷനാണ്. അതായത് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ഗംഗ അല്ലെ, ഈ അക്ഷരങ്ങൾ പഠിക്കുവാൻ ഒരു ടീച്ചർ എളുപ്പവഴി കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഒരു അറിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളിൽ മിക്കവാറും എല്ലാ അക്ഷരങ്ങളും റാ എന്ന് പറയുന്ന അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റാ അടുപ്പിച്ച് ചേർത്തതും കൂട്ടിച്ചേർത്തെഴുതലും തലതിരിച്ചെഴുതിയാലും പല അക്ഷരങ്ങളും മലയാള ഭാഷയിൽ കിട്ടും. അതിന് ടീച്ചർ പറഞ്ഞു കൊടുക്കുക, റാ പഠിപ്പിക്കുക ആദ്യം. നമ്മളെല്ലാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ നിലത്ത് അരിയിലെഴുതി, നിലത്തെഴുതി, സ്ലേറ്റ് എഴുതി, അങ്ങനെയാ ഓരോ ഘട്ടമായിട്ടാണ് എഴുതി പഠിക്കുക അല്ലേ? അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അരിയിലെഴുതി, പിന്നെ നിലത്ത് പൂഴിയിലെഴുതി, പിന്നെ അത് സ്ലേറ്റ് തന്നെ ഓരോ പരിശീലന ഘടന. എങ്ങനെയാണ് പിന്നെ ബുക്കിലെ ചെറുപ്പത്തിലൊന്നും ബുക്ക് എന്ന് പറയുന്നത് നോട്ട്ബുക്കോ പെന്നോ പെൻസിലോ പെന്നൊന്നും കണ്ടിട്ടേ ഇല്ല. സ്ലേറ്റ് പെൻസിലാണ്, സ്ലേറ്റ് പെൻസിൽ ഉപയോഗിച്ചാണ് നമ്മൾ പഠനം കംപ്ലീറ്റ്. പുതിയൊരു പഠന രീതി കണ്ടതാണ്. എനിക്ക് നോക്കിയപ്പോൾ അത്ര ശരിയായ രീതി എന്ന് തോന്നുന്നത്. കാരണം കുട്ടി പഠിക്കുക ഒറ്റ അക്ഷരേ പഠിക്കുള്ളൂ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ ഒരുപാട് വികാസം പ്രാപിച്ച മക്കളാണ് ഭൗതികമായിട്ട്. നമ്മളിപ്പോ പ്രത്യേകിച്ച് മൊബൈലില് എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഞാനെല്ലാം ഒരുപാട് കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്നല്ല. പക്ഷെ മക്കള് ഇപ്പോ 2 വയസ്സോ 3 വയസ്സുള്ള കുട്ടികൾ പറഞ്ഞാൽ അവര് നിമിഷം കൊണ്ട് ഇത് എന്തെങ്കിലും ആക്കി നമ്മുടെ കയ്യിൽ ശരിയാക്കി തരും. അത്ര ബുദ്ധിവികാസം പ്രാപിച്ച് ചിലപ്പോൾ ഇങ്ങനെ മതിയായിരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു ജീവിതം തോന്നിയിട്ട് എനിക്കൊരു അക്ഷരം മാത്രമേ പഠിക്കാൻ കഴിയൂ. റാ എന്ന് പറഞ്ഞ അക്ഷരം മാത്രമേ പഠിക്കാൻ. കാരണം പറഞ്ഞു കൊടുക്കുന്നത് പാ എഴുതണമെങ്കിൽ ചെറിയ റാ എഴുതുക, ഒന്നിങ്ങനെ വളർത്തി കഴിഞ്ഞാൽ പായായി. വലിയ റാ എഴുതുക, കൂട്ടി എഴുതി കഴിഞ്ഞാൽ വായായി. ഒരു റാ 2 പ്രാവശ്യം എഴുതിയാൽ അത് നായായി. 2 റാകൾ കൂട്ടിച്ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഒന്നിനെ അകത്താക്കി എഴുതിയിട്ട് അടിയിൽ ഇങ്ങനെ ഒന്ന് മുട്ടി കഴിഞ്ഞാൽ അത് തായായി. അങ്ങനെ മിക്കവാറും എല്ലാ അക്ഷരങ്ങൾക്ക് ഈ റായുമായിട്ട് അവേദ്യം എന്തെന്ന് നോക്കിയപ്പോൾ ധാ എഴുതണമെങ്കിൽ 2 എണ്ണം ഒന്ന് തിരിച്ചു ഒന്ന് മറിച്ചു വിട്ടുകഴിഞ്ഞാൽ ധായായി. സാ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒന്ന് അങ്ങനെ ഒരു പഠന രീതി മക്കൾക്ക് എനിക്ക് തോന്നുന്നത് കൂടുതൽ കൺഫ്യൂഷൻ ആകുമോ എന്നൊരു പേടിയാണ് ആ ക്ലാസ് കേട്ടപ്പോൾ തോന്നുന്നത്. ഞാൻ ടീച്ചറോട് ടീച്ചർ ഇത് കുഴപ്പത്തിലേക്ക് പോവില്ലേ, അവസാനം മക്കൾക്ക് റാ ഏത്, പാ ഏത്, മാ ഏത്, നാ ഏത് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എളുപ്പവഴിയാണ് സംഭവം പഠിപ്പിക്കുന്നത്. പക്ഷെ തുടക്കത്തിൽ തന്നെ എളുപ്പവഴി പഠിപ്പിച്ചാൽ ഒറ്റ അക്ഷരത്തിലേക്ക് തീരുന്ന കുട്ടികളായി പോകും ചിലപ്പോൾ. അങ്ങനെ അപ്പോ പഠന രീതി എളുപ്പമാണെങ്കിൽ കൂടിയും ഇപ്പോ കുറച്ചിപ്പോ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ ഇതെല്ലാം ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാം മുതിർന്ന ആൾക്കാർ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട പ്രശ്നമില്ല. അപ്പോ പുതിയ പഠന രീതി എന്നുള്ള രീതിയിൽ
ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോ ഇത് അതിലേക്ക് പോകാൻ കാര്യം വെച്ചാൽ എളുപ്പ വഴിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ എളുപ്പ വഴിക്ക് ഈ KSRലെ വാചകങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ റാ പഠിക്കുന്ന പോലെ, റാ കൊണ്ടുള്ള അക്ഷരങ്ങൾ പഠിക്കുന്ന പോലെ. എന്നാല് അതൊന്ന് ചുരുക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സേഷനായി. അതിന്റെ ലോവർ ടൈം സ്കെയിലിൽ നിന്നും ഇൻക്രിമെന്റ് കൊടുത്ത് ഹയർ ടൈം സ്കെയിലിൽ എത്തിച്ച് അവിടെ ഒരു സ്റ്റേജിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമായി. എന്നാൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിലൂടെ ഒരു ഇൻക്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സേഷനായി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മാസ്റ്റർ സ്കെയിൽ വന്നപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ പേ മേടിക്കുന്നവർ ഏത് സ്കെയിലായാലും 27 സ്കെയിലിൽ എവിടെയാണെങ്കിലും ഒരേ പേ ആണ്, ഒരു അടിസ്ഥാന ശമ്പളമാണെങ്കിൽ ഈ 27 സ്കെയിലുകൾ എവിടെ കൊണ്ടുവച്ചാലും അടുത്ത ഇൻക്രിമെന്റ് വെച്ചാൽ ഒന്നായിരിക്കും. അതാണ് മാസ്റ്റർ സ്കെയിലിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ഇൻക്രിമെന്റ് മേടിക്കുക കഴിഞ്ഞാൽ ഇൻക്രിമെന്റിലെ അടുത്തടുത്ത ഇൻക്രിമെന്റുകൾ തമ്മിൽ ഒരു പേ ആയതുകൊണ്ട് ഒരേ പേ ആണെങ്കിൽ അടുത്തടുത്ത ഇൻക്രിമെന്റ് അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല. ഒരേ പേ ആണെങ്കിൽ അടുത്ത ഇൻക്രിമെന്റ് ഒന്ന് തന്നെ ആയിരിക്കും, മാറില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇപ്പോൾ പണ്ടെല്ലാം കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2004 മുമ്പുള്ള പേ റിവിഷനുകൾ, 97 മുമ്പുള്ള 92 വരെയുള്ള പേ റിവിഷനുകളിൽ പല പേയിൽ പല ഇൻക്രിമെന്റ് റേറ്റ് ആണ്. ഇപ്പോൾ ഒരു ക്ലാസ് 4കാരന്റെയും ഗ്രൂപ്പ് 3 ജീവനക്കാരന്റെയും ഒരു ക്ലർക്കൽ ജീവനക്കാരന്റെയും അല്ലെങ്കിൽ ഒരു UD ക്ലർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു ഹെഡ് ക്ലർക്കിന്റെയോ സ്കെയിലുകൾ ഒന്നാണെങ്കിലും ഒരേ അടിസ്ഥാന ശമ്പളം 2 ടൈപ്പ് ഇൻക്രിമെന്റ് റേറ്റ് ഒക്കെ ആയി. അതുകൊണ്ട് അവിടെയുള്ള ഫിക്സേഷൻ കുറെ അധികം കൺഫ്യൂഷനാണ്. ഇപ്പോൾ അതെല്ലാം മാറി മാസ്റ്റർ സ്കെയിൽ വന്നപ്പോൾ ഒരു ഗുണം അതാണ്, ഏത് അടിസ്ഥാന ശമ്പളം ആര് മേടിച്ചാലും അടിസ്ഥാന ശമ്പളം ഒന്നാണെങ്കിൽ മേടിക്കാൻ പോകുന്ന ഇൻക്രിമെന്റ് റേറ്റും ആരായാലും, അത് ഗ്രൂപ്പ് D ആയാലും ക്ലാസ് 1 ഓഫീസറാണെങ്കിലും ഇൻക്രിമെന്റ് റേറ്റ് ഒന്നായിരിക്കും. അതുകൊണ്ട് ഫിക്സേഷനിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാനില്ല. ഒരു ഇൻക്രിമെന്റ് കൂട്ടിയാൽ അടുത്ത സ്റ്റേജ് പുതിയ സ്കെയിലില് ഒരു സ്റ്റേജ് ആയിരിക്കും, അത് മാറില്ല. അതുകൊണ്ട് തന്നെ ഫിക്സേഷൻ ഈ പ്രയോഗം നടത്തിയാൽ ഇപ്പോഴത്തെ ഫിക്സേഷൻ കംപ്ലീറ്റ് ആവും. പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഏത് സ്കെയിലാണെങ്കിലും ആ പേ ബേസിക് പേക്ക് ഒന്നായിരിക്കും. അങ്ങനെ റൂൾ 28A പ്രയോഗിക്കുമ്പോൾ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കോ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കോ പ്രൊമോഷൻ ആകാം. 68,700 താഴെ എന്നുണ്ടെങ്കിൽ റൂൾ 28A പ്രയോഗിക്കാന്ന് പറഞ്ഞു. റൂൾ 28A പ്രയോഗിക്കുന്ന സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷനിലേക്കാവുമ്പോൾ, സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻക്രിമെന്റ് ഡേറ്റ് പഴയ ഇൻക്രിമെന്റ് ഡേറ്റ് ഇല്ലാണ്ടാകും, പ്രൊമോഷൻ ഡേറ്റ് ആയി മാറും. അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് എന്നുള്ളത് മാത്രം സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ കണ്ടാൽ മതി. 7ാം മാസമാണ് ഇൻക്രിമെന്റ് ഡേറ്റ്, സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിൽ 2ാം മാസം പ്രൊമോഷൻ കിട്ടുന്നു. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലാണെങ്കിൽ അവിടെ പഴയ ഇൻക്രിമെന്റ് ഡേറ്റ് പോയി പുതിയ ഇൻക്രിമെന്റ് ഡേറ്റ് വരും, അത് പ്രൊമോഷൻ ഡേറ്റ് ആയി മാറും എന്ന് മാത്രം കണ്ടാൽ മതി. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിന്റെ കാര്യത്തിൽ, പ്രൊമോഷന്റെ ഫിക്സേഷന്റെ കാര്യത്തിൽ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് എന്നുള്ള ചോദ്യത്തിൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊമോഷൻ കിട്ടിയ ഡേറ്റും പഴയ ഇൻക്രിമെന്റ് ഡേറ്റും പറഞ്ഞുകൊണ്ട് അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷൻ ആണെന്ന് അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, പ്രൊമോഷൻ ഡേറ്റിന്റെ ആ മാസം അടുത്ത വർഷം ആയിരിക്കും അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് മാത്രം കൊണ്ട് നമ്മുടെ ആ ആൻസർ, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിനൊരു ആൻസറായി. റൂൾ 28A സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷനും ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷനും ഫിക്സേഷനാണ്. റൂൾ 28Aയിലെ 2 രീതി നമുക്ക് നോക്കാം. പേ സ്കെയിൽ പറഞ്ഞു, 32,300 തുടങ്ങി 68,200 തീരുന്നതും 35,700 തുടങ്ങി 75,600 2 സ്കെയിലുകൾ. 32,300 തുടങ്ങി 68,700 നിൽക്കുന്ന ആ സ്കെയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പ്രൊമോഷൻ കിട്ടി 35,700 75,600 എന്ന സ്കെയിലിലേക്ക് പോവുകയാണ്. ലോവർ ടൈം സ്കെയിൽ ഹയർ ടൈം സ്കെയിൽ വിളിക്കുന്നു. 1/7/15 അയാളുടെ ശമ്പളം എത്രയാന്ന് നോക്കണം. അയാളുടെ പ്രൊമോഷൻ ഡേറ്റിൽ ശമ്പളം പറയും, ഇൻക്രിമെന്റ് ഡേറ്റിൽ ശമ്പളം പറയും. പ്രൊമോഷൻ ഡേറ്റിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്ത് എത്ര ശമ്പളത്തിൽ ഉറപ്പിക്കാമെന്നും പറയും, നമ്മൾ കണ്ടുപിടിക്കണം. 1/7/15 ഒരു 35,700 രൂപ മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സ്കെയിലിൽ?
32,300 68,700 എന്ന സ്കെയിലിൽ ഒരു ജീവനക്കാരൻ 1/7/15 35,700 രൂപ ശമ്പളം മേടിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് 2 സ്കെയിലുകൾ പറഞ്ഞു. ഈ 2 സ്കെയിലുകളുടെയും പൂർണ്ണ രൂപം നമ്മൾ മാർജിനിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ നേരെ എഴുതി വെക്കണം. നേരെ എഴുതി കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് അടുക്കിയെടുക്കാൻ പറ്റും. 2 സ്കെയിലുകൾ താഴെ നേരെ എഴുതി വെക്കുന്നു. 32,300 68,700 അതിന്റെ മുഴുവൻ ഇൻക്രിമെന്റ് റേറ്റുകളും ചേർത്തുകൊണ്ട് ഒരു മാല പോലെ അത് എഴുതി വെച്ചു. രണ്ടാമത്തത്, അതായത് രണ്ടാമത്തെ സ്കെയിലായിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയ സ്കെയിലായിട്ടുള്ള 35,700 തുടങ്ങി 75,600 തീരുന്ന അടുത്ത സ്കെയിൽ ഹാർഡ് ടൈം സ്കെയിൽ, രണ്ടും പൂർണ്ണ രൂപത്തിൽ എഴുതി. ഫിക്സേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇൻക്രിമെന്റ് ഡേറ്റ് എഴുതി, ഇൻക്രിമെന്റ് ഡേറ്റിലെ പേ എഴുതി, പ്രൊമോഷൻ ഡേറ്റ് എഴുതി. 2 സ്കെയിലുകളും 32,300 68,700 ലോവർ ടൈം സ്കെയിലും 35,700 75,600 എന്ന് ഞാൻ ആ ഹയർ ടൈം സ്കെയിലും രണ്ടും പൂർണ്ണ രൂപത്തിൽ എഴുതി വെച്ചു. ഫിക്സേഷൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. ഇനി 1/2/16 1/2/16 ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം, പ്രൊമോഷൻ കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ശമ്പളം 35,700 ആണ്. അതും എഴുതി വെച്ചു. ഇനി 35 നമ്മൾ ചെയ്യേണ്ടത്, പ്രൊമോഷൻ ഡേറ്റിൽ ഫിക്സേഷൻ നടത്തുമ്പോൾ സ്കെയിൽ നോക്കുക. 35,700 കഴിഞ്ഞാൽ മേടിക്കാൻ പോകുന്ന ഇൻക്രിമെന്റ് കൂട്ടുക എന്നുള്ളതാണല്ലോ ഫിക്സേഷൻ. അങ്ങനെ 35,700 കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻക്രിമെന്റ് എത്രയെന്ന് ആ പേ സ്കെയില് നമ്മൾ വിശദീകരിച്ച് എഴുതിയ പേ സ്കെയില് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുക. ഇവിടെ 35,700 കഴിഞ്ഞാൽ ഈ സ്കെയില് നിങ്ങൾ പൂർണ്ണ രൂപത്തിൽ എഴുതിയാൽ കാണാൻ കഴിയും. 35,700 കഴിഞ്ഞാൽ മേടിക്കാൻ പോകുന്ന ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 900 രൂപയാണ്. 35,700 കൂടെ അപ്പോൾ മേടിക്കാൻ പോകുന്ന ഇൻക്രിമെന്റ് ആയ 900 രൂപ കൂട്ടുക. അതായത് 35,700 എന്ന് പറയുന്നത് 32,300 68,700 എന്ന സ്കെയിലുള്ള ഒരു തുകയാണ്. അതാണ് നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1/7/15 മുതലാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. 35,700 1/7/15 മുതൽ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1/2/16 പ്രൊമോഷൻ ആകുന്നു. 35,700 വെറുതെ വിട്ടുകൂടാ. ഫിക്സേഷൻ നടത്തണമെങ്കിൽ 35,000 മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് കൂട്ടണം. വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 35,700 കഴിഞ്ഞാൽ പേ സ്കെയിലിൽ എഴുതിയിരിക്കുന്ന സ്കെയിലിൽ ഏതാണോ ഇൻക്രിമെന്റ് റേറ്റ് അത് കൂട്ടുക. 35,700 കഴിഞ്ഞുള്ള ഈ സ്കെയിലിലെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 900 രൂപയാണ്. അപ്പൊ 35,700 കൂടെ 900 രൂപ കൂട്ടുന്നു. എത്ര കിട്ടും? 35,700 പ്ലസ് 900 36,600. ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കഴിയുമ്പോഴാണ് ഇവിടെ ഫിക്സേഷൻ പൂർണ്ണമാകുന്നത്. 68,700 താഴെയുള്ള ഫിക്സേഷൻ അങ്ങനെ ഒരു രീതിയുണ്ട്. 35,700 മേടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ലോവർ ടൈം സ്കെയിലിലെ മേടിക്കാൻ പോകുന്ന ഇൻക്രിമെന്റ് ആയ 900 രൂപ കൂട്ടി 35,700 36,600 ആയി മാറുന്നു. അതോടുകൂടി ലോവർ ടൈം സ്കെയില് ഇല്ലാണ്ടാകുന്നു. എന്നിട്ട് ഇയാളെ ഹയർ ടൈം സ്കെയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹയർ ടൈം സ്കെയിലില് 36,600 കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻക്രിമെന്റ് എത്രയെന്ന് നോക്കുക. അവിടെയും 36,600 കഴിഞ്ഞാലും ഇൻക്രിമെന്റ് റേറ്റ് എന്ന് പറയുന്നത് 900 ആണ്. അങ്ങനെ 36,600 പ്ലസ് 900 എത്ര കിട്ടി? 37,500. എന്നു മുതൽ 1/2 അവിടെ ഉറപ്പിക്കുക. ഹയർ ടൈം സ്കെയിലിൽ അയാൾ ഹയർ ടൈം സ്കെയിലായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഹയർ ടൈം സ്കെയിലിൽ ലോവർ ടൈം സ്കെയിലിൽ 35,700 കൂടെ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് ആയ 900 കൂട്ടി 36,600 ആക്കി മാറ്റി. ഈ 36,600 നമ്മൾ ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് ഉറപ്പിക്കുന്നതിന് മുമ്പേ അവിടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഒരു ഇൻക്രിമെന്റും കൂടെ കൊടുക്കും, 900 രൂപയും കൂടെ കൊടുക്കും. അങ്ങനെ 36,600 37,500 ആയി മാറി. ലോവർ ടൈം സ്കെയിലിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഹയർ ടൈം സ്കെയിലിനെ സ്വീകരിക്കുന്നു. ഇയാളുടെ പേ 37,500 ആയി മാറും. എന്നു മുതൽ? 1/2/16 മുതൽ, പ്രൊമോഷൻ ഡേറ്റ് മുതൽ. ക്ലിയർ ആയോ? 1/7/15 അയാൾ ഇൻക്രിമെന്റ് മേടിച്ചിട്ട് വരവെയാണ് 1/2/16 പ്രൊമോഷൻ കിട്ടുന്നത്. പ്രൊമോഷൻ ഡേറ്റിൽ അയാൾക്ക് ലോവർ ടൈം സ്കെയിലിൽ ഒരു ഇൻക്രിമെന്റ് കൊടുത്തുകൊണ്ട്
35,700 കൂടെ ലോവർ ടൈം സ്കെയിലിലെ ഇൻക്രിമെന്റ് ആയ 900 കൊടുത്ത 36,600 ഈ 36,600 കിട്ടുന്നതോടുകൂടി അവിടെ ലോവർ ടൈം സ്കെയിലുകളെ അയാൾ ഒഴിവാക്കുന്നു, ഹയർ ടൈം സ്കെയിലിൽ കൊണ്ടുപോകുന്നു. ഹയർ ടൈം സ്കെയിലിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ റേറ്റില്ല 36,600 കഴിഞ്ഞുള്ള ഇൻക്രിമെന്റ് ഏതായാലോ അതും കൂടെ കൂട്ടുന്നു. അങ്ങനെ അത് 37,500 മാറുന്നു. അയാളെ അവിടെ ഉറപ്പിക്കുന്നു. 1/2/16 ഫിക്സേഷൻ കഴിയുന്നു. അയാളുടെ അടുത്ത ഇൻക്രിമെന്റ് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷൻ ആയതുകൊണ്ട് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ അയാളുടെ പഴയ കാലം കഴിഞ്ഞു, പഴയ ഇൻക്രിമെന്റ് ഡേറ്റ് ഇല്ലാണ്ടാവുന്നു, പുതിയ ഇൻക്രിമെന്റ് ഡേറ്റ് സ്വീകരിക്കുന്നു. അത് പ്രൊമോഷൻ ഡേറ്റിലെ ഡേറ്റ് ആയി മാറുന്നു. ഇനി ഒന്നും കൂടെ ക്യാപ്സ്യൂളാക്കാം. 2 സ്കെയിലുകളെ പറ്റി നമുക്കറിയാം 2 സ്കെയിൽ ഉണ്ടെന്നതാണ്. ഇത്രയേ ഉള്ളൂ. 28A പ്രയോഗിക്കുന്നു. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷൻ ആണെന്നിരിക്കട്ടെ. പ്രൊമോഷൻ ഡേറ്റ് നമുക്ക് തരുന്നുണ്ട്. ഇൻക്രിമെന്റ് ഡേറ്റും പ്രൊമോഷൻ ഡേറ്റും തരുന്നുണ്ട്. ഇൻക്രിമെന്റ് ഡേറ്റിലെ പേയും ബേസിക് പേയും തരുന്നുണ്ട്. 1/7/15 ഇവിടുത്തെ ഇൻക്രിമെന്റ് ഡേറ്റ്. 1/7/15 ശമ്പളം 35,700 പ്രൊമോഷൻ കിട്ടുന്നത് 1/2/16 1/2/16 പ്രൊമോഷൻ കിട്ടിയാൽ ഫിക്സേഷൻ കൊടുക്കണമല്ലോ, കൊടുക്കണം. എന്താ ചെയ്യുക? ഒറ്റ കാര്യം നോക്കിയാൽ മതി. വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് റേറ്റുകൾ നോക്കുക. 900 35,700 കൂടെ പ്രൊമോഷൻ ഡേറ്റിൽ വാങ്ങാൻ പോകുന്ന 2 ഇൻക്രിമെന്റുകൾ കൂട്ടുക. അങ്ങനെ 900 + 900 1,800 കൂട്ടുന്നു. 35,000 + 1,800 = 37,500. 1/2/16 കഥ കഴിഞ്ഞു. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 എന്നുള്ള മാറി 1/2 മാറുന്നു. ഇതാണ് റൂൾ 28A സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആകുമ്പോൾ കൊടുക്കേണ്ട ഫിക്സേഷൻ രീതി. ഒന്നുകൂടെ പറയാം. 2 സ്കെയിലുകൾ ഉണ്ടാവും പ്രൊമോഷന്. ലോവർ ടൈം സ്കെയിലും ഹയർ ടൈം സ്കെയിലും ഉണ്ടാവും. ഒരു ഇൻക്രിമെന്റ് ഡേറ്റ് പറയും, ഒരു പ്രൊമോഷൻ ഡേറ്റ് പറയും, ഇൻക്രിമെന്റ് ഡേറ്റിലെ പേ പറയും. ഇൻക്രിമെന്റ് ഡേറ്റിലെ പേയുടെ കൂടെ പ്രൊമോഷൻ ഡേറ്റിൽ ഒരു വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് കൂട്ടിയിട്ട് ഹയർ ടൈം സ്കെയിൽ എത്തിച്ച് ഹയർ ടൈം സ്കെയിൽ ഒരു ഇൻക്രിമെന്റ് കൂടെ കൊടുത്ത് ഹയർ ടൈം സ്കെയിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷന്റെ ഫിക്സേഷൻ രീതി. റൂൾ 28A സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ആയതുകൊണ്ട് ഇൻക്രിമെന്റ് ഡേറ്റ് മാറുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം, പ്രൊമോഷൻ ഡേറ്റിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന് അടിസ്ഥാന ശമ്പളത്തിന്റെ കൂടെ വാങ്ങാൻ പോകുന്ന 2 ഇൻക്രിമെന്റുകൾ കൂട്ടിക്കൊണ്ട് ഇവിടെ വാങ്ങാൻ പോകുന്ന 2 ഇൻക്രിമെന്റുകൾ ഒരേ റേറ്റ് ആണ്, 900 ആണ്. 900 + 900 2 ഇൻക്രിമെന്റുകൾ എന്ന് പറഞ്ഞാൽ 900 + 900 ആണ്. അത് 1,800 ആണ്. വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം 35,700 ആയിരുന്നു. 35,700 കൂടെ 900 + 900 അഥവാ 1,800 കൂട്ടി 37,500 മാറുന്നു. 1/2/16 പ്രൊമോഷൻ ഡേറ്റിന്. അങ്ങനെ റൂൾ 28A സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ ഫിക്സേഷൻ പൂർണ്ണമാകുന്നു. അവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. നിങ്ങൾക്ക് കുറെ കണക്കുകൾ തരുമ്പോൾ അത് ക്ലിയർ ആവും. എന്താണ് ഇതെല്ലാം? ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണക്ക് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കണക്കും തെറ്റില്ല. മനസ്സിലത് അരക്കിട്ട് ഉറപ്പിക്കാം. റൂളുകളിൽ പ്രയോഗിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രം മതി. ഇനി റൂൾ 28A ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലെ പ്രൊമോഷൻ. ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലെ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഇൻക്രിമെന്റ് ഡേറ്റ് പഴയ ഡേറ്റ് തുടരും. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലെ പ്രൊമോഷൻ ആണെങ്കിൽ ഇൻക്രിമെന്റ് ഡേറ്റ് ഇല്ലാണ്ടാകും, പുതിയ ഇൻക്രിമെന്റ് ഡേറ്റ് അവിടെ ഉണ്ടാകുകയാണ്. അത് പ്രൊമോഷൻ ഡേറ്റിന്റെ ദിവസമായി മാറുന്നു, പ്രൊമോഷൻ ഡേറ്റിന്റെ മാസമായി മാറുന്നു ആ ഇൻക്രിമെന്റ് ഡേറ്റ്. റൂൾ 28A ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആണെങ്കിൽ ആദ്യ ഭാഗം അതുപോലെ തന്നെ. എന്താ? ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 ആണ്. പ്രൊമോഷൻ ഡേറ്റ് 1/2 ആണ്. പ്രൊമോഷൻ ഡേറ്റിലെ പേയോടുകൂടി ഞാൻ സർവീസ് റൂളിന്റെ അതേ പ്രയോഗം നടത്തുകയാണ്. ആഡ് 1 ഇൻക്രിമെന്റ് ടു ദി റിമൈനിങ് ബേസിക് പേ.
and the sum fixed to next higher stage in the higher time scale first സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താ മനസ്സിലായോ? ഓവർ ടൈം സ്കെയിലിലെ ശമ്പളത്തിന്റെ കൂടെ, അതായത് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ കൂടെ ലോവർ ടൈം സ്കെയിലിൽ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് കൂട്ടി ആ കൂട്ടി കിട്ടിയ തുകയെ ഹയർ ടൈം സ്കെയിലിൽ കൊണ്ടുപോയി ഹയർ ടൈം സ്കെയിലിലെ വാങ്ങാൻ പോകുന്ന ഒരു ഇൻക്രിമെന്റും കൂടെ അതേ ദിവസം കൂട്ടി അവിടെ ഉറപ്പിക്കുന്നു. ആദ്യത്തെ സ്റ്റേജ് ഓഫ് ഫിക്സേഷൻ കഴിഞ്ഞു. പിന്നെയോ നെക്സ്റ്റ് സ്റ്റേജ്, ഇയാൾ ഇൻക്രിമെന്റ് ഡേറ്റ് എന്നെന്ന് നോക്കുക. ആ ഇൻക്രിമെന്റ് ഡേറ്റിൽ ആക്ച്വൽ കിട്ടേണ്ട ഒരു ഇൻക്രിമെന്റും കൂടെ ഇപ്പോൾ കിട്ടിയ തുകയുടെ കൂടെ കൂട്ടി അവിടെ ഫൈനലൈസ് ചെയ്യുന്നു. റീഫിക്സേഷൻ എന്നാണ് ഇതിന്റെ പേര്. പേര് പറയുമ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആക്കാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നു. പഠിക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ആക്കാൻ, അല്ലാണ്ട് ഇട്ടിട്ട് ഓടാൻ വേണ്ടിയല്ല. പഠിക്കാൻ വേണ്ടിയാണ് കൺഫ്യൂഷൻ ആക്കുന്നത്. അവിടെ കൺഫ്യൂഷൻ ആക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ലൈൻ ഓഫ് ഫിക്സേഷൻ കഴിയുന്നത് ലോവർ ടൈം സ്കെയിലിന്റെ കൂടെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ ലോവർ ടൈം സ്കെയിലിലെ അടുത്ത ഇൻക്രിമെന്റ് കൂട്ടി ഹയർ ടൈം സ്കെയിലിൽ എത്തിച്ചിട്ട് അവിടെ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് കൂടെ കൂട്ടി ഹയർ ടൈം സ്കെയിലിൽ ഫിക്സ് ചെയ്യുകയും ഇൻക്രിമെന്റ് ഡേറ്റിൽ പോയിട്ട് ഇൻക്രിമെന്റ് ഡേറ്റ് ആകുമ്പോൾ പഴയ ഇൻക്രിമെന്റ് ഡേറ്റിലെ പേ എത്രയെന്ന് നോക്കുക. പഴയ ഇൻക്രിമെന്റ് ഡേറ്റിലെ പേയോടുകൂടി പുതിയ ഇൻക്രിമെന്റ് ഡേറ്റിൽ കിട്ടേണ്ട ഒരു ഇൻക്രിമെന്റ് കൂടെ കൂട്ടി അടുത്ത സ്റ്റേജിൽ എത്തിക്കുമ്പോൾ പഴയ ഇൻക്രിമെന്റ് ഡേറ്റിൽ നിന്നും പുതിയ ഇൻക്രിമെന്റ് ഡേറ്റിലേക്ക് എത്തുമ്പോൾ ഈ കിട്ടുന്ന തുക ലാഭമാണെങ്കിൽ അവിടെ അടുത്ത ഒരു ഇൻക്രിമെന്റ് കൂടെ കൊടുത്ത് അവിടെ ഫിക്സ് ചെയ്യുക. ഒന്നും മനസ്സിലായിട്ടില്ല. ആകെ എന്താ പറയുക, തലക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുന്നത് ശരീരം മുഴുവൻ ഭ്രാന്ത് പിടിച്ച പോലെയാകും ആ രീതി പറഞ്ഞാൽ. അതാണ് അതിന്റെ രൂപം. എല്ലാ കാളക്കൂടെ വിഷാദികളും കൂടെ ചേർന്നതാണ് ആ ഒരു പ്രയോഗം. നമുക്ക് അങ്ങനെ പ്രയോഗിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഭാവിയിൽ കുറെയൊക്കെ ഇതിനകത്ത് വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ KSR എടുത്ത് വായിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. KSRന്റെ ഒരു വായന എന്ന് പറയുന്നത് സാധാരണ പോലുള്ള ഒരു ചരിത്ര പുസ്തകമോ കഥാപുസ്തകമോ അല്ലെങ്കിൽ കവിതാ സമാഹാരമോ കവിതയോ ഏടുകളോ അങ്ങനെ എന്തെങ്കിലും വായിക്കുന്നത് പോലെ ഒരിക്കലും തോന്നില്ല. നിങ്ങൾ ഒരു വാചകത്തിൽ തുടങ്ങി ഒരു പാരഗ്രാഫ് മുഴുവൻ അടങ്ങിയ ഒരു പൂർണ്ണ വാചകം തീരുമ്പോൾ നമുക്ക് എന്തെല്ലോ തോന്നും, തലക്കടിയെ ഒറ്റ പോലെയാണ് തോന്നുന്നത്. ഒന്നും മനസ്സിലാകാത്ത ഒരു സ്ഥിതിയായിരിക്കും. KSR പിന്നീട് രണ്ടാമതൊന്ന് തുടക്കാൻ തോന്നാത്ത രീതിയിലാണ് തുടക്കം മുതൽ അവസാനം വരെയുള്ള വാചകങ്ങളെല്ലാം. പക്ഷെ അത് ആസ്വദിച്ച് നിങ്ങൾ പഠിച്ചതിന് ശേഷം കാര്യമായ ഇതിന്റെ വേരുകളെല്ലാം തപ്പിപ്പിടിച്ച് പഠിച്ചാൽ വായിച്ച് കിട്ടുന്ന ഒരു ആനന്ദം പ്രത്യേകതയാണ്. കാരണം ഒരുപാട് നിഗൂഢതകളിലൂടെയുള്ള ഒരു യാത്രയായിട്ടാണ് ആ വാചകങ്ങൾ നമുക്ക് തോന്നുക. പക്ഷെ അതൊക്കെ ഇങ്ങനെ മുറിച്ച് വായിച്ചിട്ട് ചേർത്തടുക്കി കെട്ടുമ്പോൾ അതിന്റെ പൂർണ്ണരൂപം അങ്ങനെ കിട്ടും. പല കഷ്ടങ്ങൾ ചേർത്തുകൊണ്ട് ഓമയും കുത്തും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കുത്ത് വളരെ, അതായത് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് KSR വളരെ വളരെ ദുർലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആ കുപ്പി. ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നോൺ സ്റ്റോപ്പാണ്, കോമ ഇട്ടിട്ടാണ് പോവുക. അങ്ങനെ ഗവൺമെന്റ് ഈസ് പ്ലീസ് ഓർഡർ, ഗവൺമെന്റ് എന്തിനും അങ്ങനെ കൊല്ലുമ്പോഴും സന്തോഷത്തോടെ കൊല്ലണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഗവൺമെന്റിന്റെ ഓർഡറുകളൊക്കെ ശ്രദ്ധിച്ചാണ്. ഗവൺമെന്റ് ഈസ് പ്ലീസ്ഡ് ടു ഗീവ്, അങ്ങനെയാണ് വളരെ താഴ്ന്ന് വണങ്ങിയിട്ടാണ് പറയുക. അത് നിങ്ങളുടെ 4 കിതാബുകൾ നമുക്ക് പഠിക്കാനുണ്ട്. KSR, KSSR, KCS and CC rule, MDP, Manual of Disciplinary Proceedings. ഈ 4 പുസ്തകങ്ങളിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. നമ്മുടെ ജീവിതം, സർക്കാർ ജീവനക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ 4 പുസ്തകങ്ങൾക്ക് അടിസ്ഥാനമാണ്. ഈ 4 പുസ്തകം അത്ര സുഖമുള്ള സാധനമൊന്നുമല്ലേ. KSR പോലുള്ള അത്ര ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം KSSR-ഉം KCS and CC റൂളും മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. അതിന്റെ മറ്റൊരു പ്രത്യേക രസകരമായ KSSR എന്ന് പറയുന്നത്
സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്തെല്ലാം എങ്ങനെയെല്ലാം എന്ന് നിർവചിക്കപ്പെടുന്നതാണ് KSSR പറയുന്നത്. പ്രൊബേഷൻ എപ്പോൾ ഡിക്ലെയർ ചെയ്യണം, എങ്ങനെ ഡിക്ലെയർ ചെയ്യണം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സർവീസുകളിലെ ഫിക്സേഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ ജാതി മത വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള സംവരണങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ അപ്പോയിന്റ്മെന്റിന്റെ രീതി, PSCയുടെ അഡ്വൈസിന്റെ രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് KSSR പറയുന്നത്. CCA റൂൾ, നമുക്കെതിരെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന്റെ റൂളാണ് CCA റൂൾ. പെരുമാറ്റച്ചട്ടമാണ് ഗവൺമെന്റ് ജീവനക്കാരുടെ പെരുമാറ്റത്തെ 1960 ഉണ്ടാക്കിയത്. ഈ KSSR ഉണ്ടാക്കുന്നതിന് മുമ്പേ, അതായത് ജീവനക്കാരന്റെ വ്യവസ്ഥകൾ, സർവീസ് സംബന്ധമായ കാര്യങ്ങൾ എങ്ങനെ വരണം, എങ്ങനെയെല്ലാം പോകേണ്ടത് എന്നുള്ളത് നിർവചിക്കുന്നതിന് മുമ്പേ, വരുന്നതിന് മുമ്പ് 58 KSSR വരുന്നെങ്കിലും 1957 ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഇറങ്ങിക്കഴിയുകയാണ്. സർവീസിലെ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂള്, KCS&CC റൂൾ ഇറങ്ങുന്നത് അപ്പോഴാണ്. ആദ്യം തീരുമാനിച്ചത് ജീവനക്കാർക്കെതിരെ എങ്ങനെ നടപടികൾ എടുക്കാമെന്നതാണ്. അതിനുശേഷമാണ് ജീവനക്കാരനെ അപ്പോയിന്റ് ചെയ്യുന്നതും PSCയുടെ അഡ്വൈസും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതും ഇൻക്രിമെന്റിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു വരുന്നത് KSSR. ആദ്യം നടപടി എടുക്കുന്നത് എങ്ങനെയാ, പിന്നീട് ഇതെല്ലാം കൂടെ 1968 നിയമസഭ പാസ്സാക്കിക്കൊണ്ട് ഇതിനൊക്കെ ഒരു ഏകീകൃത രൂപമുണ്ടാക്കുന്നത്. മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. ഇതൊക്കെ നമുക്കിപ്പോ അടുത്ത ഘട്ടത്തിൽ അതിന്റെ ചെറിയൊരു ഭാഗം, നമുക്ക് ഈ 4 പുസ്തകങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അത് എക്സാം ഓറിയന്റഡ് അല്ല. ഈ KSSRന്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് പ്രതിപാദിച്ച് പോകാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോ KSSRൽ നമുക്ക് പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് ബാറിംഗ് ഓഫ് ഇൻക്രിമെന്റ്, അതൊരു പോർഷനാണ്. അതിന്റെ ഭാഗം വരുമ്പോൾ ഇതിനെ ഒന്ന് കോർത്തിണക്കി കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. വെറുതെ ഇൻക്രിമെന്റ് ബാറിംഗ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന അതിലെടുക്കാവുന്ന നടപടികൾ എന്താ, ഈ നടപടികൾക്കൊക്കെ കാരണം എന്താണ്? നടപടികൾക്കൊക്കെ കാരണം ജീവനക്കാരൻ ഒരു സമൂഹത്തിന്റെ റോൾ മോഡലാണ്. ജീവനക്കാരൻ ഒരാൾ ഒരു റോൾ മോഡൽ ആകണമെങ്കിൽ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള നന്മകളും അയാൾ ഉൾക്കൊള്ളണം, അയാൾ ഉണ്ടായിരിക്കണം. അങ്ങനെ നന്മകൾ മാത്രമുള്ള ഒരു ജീവനക്കാരനെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് സർക്കാർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത്തരം നിയമങ്ങളുടെ കാഠിന്യം ഉണ്ടായിട്ട് പോലും നമ്മളിൽ ചില കുഴപ്പങ്ങൾ, എന്തെല്ലോ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കാം, ഒരു സേഫ്റ്റി ഉദ്യോഗസ്ഥനെ കൈക്കൂലി മേടിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. നോക്കൂ, അത്തരം ദുഷ്പ്രവണതകൾ ഇപ്പോഴും ആവർത്തിക്കുക. ഈ നിയമങ്ങളെല്ലാം വളരെ കർശനമായ നിയമങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഒരൊറ്റ കാര്യം നമ്മളെല്ലാവരും അത് എന്താ പറയുക, ഒരു കുഴപ്പമെന്ന് പറയാൻ കഴിയില്ല. ഈ ഉപദ്രവകാരിയല്ല എന്ന് തോന്നാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? നമുക്ക് ആർക്കെങ്കിലും വാഹനമില്ലാത്ത ആരെങ്കിലും ഉണ്ട്, ജീവനക്കാരിൽ വാഹനം സ്വന്തമായിട്ട് ഇല്ലാത്ത വളരെ വളരെ അപൂർവമാണ്. ഇപ്പൊ എന്റെയൊക്കെ സർവീസിന്റെ തുടക്കത്തിലൊക്കെ എന്ന് വെച്ചാൽ 2 വീലർ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവമാണ്. 2 വീലർ വളരെ അപൂർവമായിട്ടുണ്ടാകും. 2 വീലർ ലോണൊക്കെ ആ സമയത്താണ് വരുന്നത്. അതൊരു പ്രത്യേക കേഡറിന് മുകളിൽ 8 ക്ലർക്കിന് മുകളിലുള്ള ജീവനക്കാർക്ക് മാത്രമേ 2 വീലർ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. റൂളിൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ റൂളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. നമ്മള് ഈ 2 വീലർ ആയാലും 4 വീലർ ആയാലും എന്തായാലും മോട്ടോർ വെഹിക്കിൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുമതി മേടിക്കണം. അനുമതി മേടിച്ചിട്ട് അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് 2 വീലർ മേടിക്കാൻ പാടുള്ളൂ. 1 ഗ്രാം സ്വർണം മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുമതി മേടിക്കണം. ഓരോ വർഷവും നമ്മളുടെ സ്വത്ത്, ആസ്തി, ബാധ്യത വിവരങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു കടലാസ് ഉണ്ട്. എല്ലാ ജനുവരി 5-ന് മുമ്പും ആ കടലാസ് നമ്മുടെ ഓഫീസുകളിൽ കൊടുക്കണം. അത് സീലിട്ട് ഉറപ്പിച്ചിട്ട് പൈസ ഇതിട്ടാണ്, ആരും തുറന്നു നോക്കില്ല. നമ്മുടെ ആ ഓഫീസുകളിലെ അലമാരകളിൽ സൂക്ഷിക്കുകയാണ്. അതെപ്പോഴാണ് തുറക്കപ്പെടുക? നമുക്കെതിരെ എന്തെങ്കിലും ഒരു വിജിലൻസ് എൻക്വയറി, സാമ്പത്തിക ക്രമക്കേടുകൾക്കോ മറ്റോ എൻക്വയറി വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ വരുമാനവും സ്വത്തും തമ്മിൽ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ
അതൊക്കെ നമുക്ക് പ്രതികൂലമായി മാറാം. നമ്മൾ ആസ്തി ബാധ്യത കണക്ക് അന്നെടുത്ത് പരിശോധിക്കും. ആ പരിശോധിക്കുന്ന കടലാസിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അനധികൃത സമ്പാദ്യമായും അനധികൃത സ്വത്ത് സമ്പാദ്യത്തിന്റെ പേരിൽ നമുക്ക് ടെർമിനേഷൻ വരെ ഉണ്ടാകാം. എനിക്കറിയാം, എനിക്ക് നേരനുഭവമുള്ള ഒരു കാര്യം. ഒരു വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗം, ഒരു വിജിലൻസ് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും, പല വിജിലൻസ് റിപ്പോർട്ടുകളുണ്ട്, ഒരു വിജിലൻസ് റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചപ്പോഴത്തേക്കും അതിന്റെ എൻക്വയറിയുടെ ഒരു സ്വഭാവമാണ് മനസ്സിലായത്. അവര് അസ്ഥിവാരം തോന്നും. ഒരു ജീവനക്കാരൻ സർവീസ് വന്നു മുതൽ ഡിസിപ്ലിനറി നടപടി, വിജിലൻസ് പ്രൊസീഡിങ്സ് തുടങ്ങുന്നതുവരെ അയാൾക്ക് അന്ന് വരെ കിട്ടിയ ശമ്പളത്തിന്റെ കണക്ക്, ഈ ശമ്പളത്തിൽ നിന്നും ഇയാൾക്കോ ആർക്കാരേലും അവരുടെ കുടുംബത്തിലെ ചെലവുകൾ, അത് പേപ്പർ വാങ്ങുന്നത് മുതൽ ചികിത്സയ്ക്ക് വരെ ഉണ്ടാകുന്ന കുട്ടികളുടെ പഠനം എല്ലാം പേപ്പർ, മീന്, പാല്, മീന്, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നവരൊക്കെയുള്ള കണക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു കസർത്താണ് അവരുണ്ടാക്കുക. ആ സ്റ്റേറ്റ്മെന്റ് വളരെ അപാരമാണ്. നമ്മൾ ഓരോ മാസം കണക്ക് എഴുതി സൂക്ഷിക്കുന്നത് പോലെ സസൂക്ഷ്മം, അത്ര കണക്ക് അക്യുറേറ്റ് ആയിട്ടാണ് അവർ കണക്ക് കൂട്ടുക. അങ്ങനെ വാങ്ങിയ ശമ്പളവും ഈ ചെലവായ പാൽപത്രം, മരുന്ന്, വിദ്യാഭ്യാസം തുടങ്ങിയൊക്കെയുള്ള ചെലവും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് കിട്ടുന്ന തുകയ്ക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ തുകയെ, അങ്ങനെ ബാക്കി കിട്ടുന്ന തുകയെ അനധികൃതമായ സമ്പാദ്യം, സ്വത്ത് സമ്പാദ്യത്തിന്റെ വകയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടെർമിനേഷൻ വരെ ആകാം. സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ നടപടികളിലേക്ക് വരാം. അനുമതിയില്ലാണ്ട് 2 വീലർ മേടിച്ച ഒരു ഉദ്യോഗസ്ഥന് എനിക്കറിയാം, 2 ഇൻക്രിമെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ആണ് മാറിയത്. ക്യുമുലേറ്റീവ് എഫക്റ്റിലാണ്. അത് പിന്നീട് വേവ് ചെയ്തു എന്നുള്ള പേര്, അത് വേവ് ചെയ്യുന്നില്ല, കുറച്ച് ലൈറ്റൻ ചെയ്തു, അനുമതി മേടിച്ചില്ല. അയാള് അങ്ങനെ വലിയൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനൊന്നും പറയാൻ കഴിയില്ല. അയാൾക്കെതിരെ ഒരു പരാതി പോയതാണ്. പരാതി പോയപ്പോൾ പരാതി അന്വേഷിച്ചപ്പോൾ കൃത്യമാണ്, മേടിച്ചതിന് കണക്കുണ്ടല്ലോ. 2 വീലർ ഞാനല്ല, എന്റെ വേറെ ആരെങ്കിലും മേടിച്ചു തന്നാലും പോലും സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് ഈ ഇത് മേടിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ ഓഫീസിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീവനക്കാരൻ ആരെങ്കിലും നിന്നും സമ്മാന പൊതികളോ സമ്മാനമോ ഒന്നും വാങ്ങാൻ പാടില്ല എന്ന്. അഥവാ വാങ്ങിയാൽ, ഇനി അങ്ങനെയും കൂടെ ഉണ്ട്, അഥവാ വാങ്ങിയാൽ അത് സർക്കാരിന്റെ സ്വത്തായിട്ട് സർക്കാരിന് തിരിച്ചു കൊടുക്കണമെന്നാണ്. ജീവനക്കാരന് ആരിൽ നിന്നും ഒരു പാരിതോഷികമോ സമ്മാനമോ സമ്മാന പൊതികളോ ഒന്നും വാങ്ങാൻ പാടില്ല. അങ്ങനെ വാങ്ങിയാൽ, ഇപ്പോൾ ഒരു ചടങ്ങിൽ വെച്ചിട്ട്, ഇപ്പൊ ചില വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു ഐഫോണുമായിട്ടുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വാച്ച് മേടിച്ചു വന്നത്, അദ്ദേഹം ഗവൺമെന്റ് ജീവനക്കാരനാണ്. ഗവൺമെന്റ് ജീവനക്കാരൻ ഒരു വാച്ച് മേടിച്ചോ, ഒരു ചടങ്ങിൽ വെച്ച് എനിക്ക് പൈസ, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വാച്ച് മേടിച്ചു കഴിഞ്ഞാൽ നടപടി അപ്പം എടുക്കാവുന്ന വിജിലൻസിന് പെട്ടെന്ന് നടപടി. കാരണം പറഞ്ഞത് വളരെ ഉന്നതനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വാച്ച് മേടിച്ചിട്ടുണ്ട്. വാച്ച് മേടിച്ചത് നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഓഫീസിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്, എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, പാരിതോഷികം പണമായിട്ടോ ഒന്നുമായിട്ടോ മേടിക്കാൻ പാടുന്നു. വാച്ച് മേടിച്ച സാക്ഷിയായി മാറി ആദ്യം പ്രതിപക്ഷ നേതാവ് പറയുന്നതിന്റെ വലിയ നടപടിയാണ് വിജിലൻസിന് വേണ്ടി നേരിട്ടെടുക്കാം. ഇത് മാത്രം മതി, ഈ മൊഴി മാത്രം വെച്ചിട്ട്. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയം പറഞ്ഞല്ല, അത്ര സസൂക്ഷ്മമാണ് ജീവനക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് നിയന്ത്രണങ്ങളിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആരിൽ? ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുവാന്നതിന് കാരണം എന്താ? അത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കാഴ്ചയാണ്, സമൂഹത്തിന്റെ ഒരു മാതൃകയാണ്. ഇപ്പോൾ കോവിഡ് വന്നു, കോവിഡിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം നിയമങ്ങളാണ് വരുന്നത്? എന്തിനു വേണ്ടിയാ? ഈ രോഗത്തിന്റെ ഭീകരതയെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി. ചിലരെല്ലാം പറയുന്നു ഇതെല്ലാവർക്കും വളരെ നിസ്സാരവൽക്കരിച്ച് വെറുതെ എല്ലാവർക്കും വന്ന് പോകുമെന്ന്. ചിലർ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കോവിഡ് കഴിഞ്ഞിട്ട് വരുന്നതിന് വളരെ നല്ല സുഖമാണ്. അവിടെ 4 നേരം ഭക്ഷണമുണ്ട്, ഒരു അസുഖമില്ല, ചുമയില്ല, പനിയില്ല, ഒന്നുമില്ല. 4 നേരം രാത്രി ബീഫും പൊറോട്ടയും, ഉച്ചക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോത്സാഹനം നൽകുന്ന പോലുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ രോഗത്തിന്റെ ഭീകരതയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറയായിരിക്കും. പക്ഷെ അത് എല്ലാവരും ആ രീതിയിൽ ഉൾക്കൊള്ളണമെന്നില്ല. നോക്കൂ,
വ്യാപനം എത്ര മടങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു. ചെറിയ മക്കളും വൃദ്ധരായിട്ടുള്ള ആൾക്കാരും ഒക്കെ വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഇന്നലെ കിട്ടിയ ഒരു എനിക്ക് നേരിട്ടുള്ള ഇതെന്ന് വെച്ചാല്, ഒരു വയസ്സായ സ്ത്രീ, ഒരു വീട്ടിലെ 5 പേർക്ക് കോവിഡ്, ഒരു വയസ്സായ സ്ത്രീ, അവർക്ക് കുറച്ച് അടുപ്പോയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാ. ബാക്കി 3-4 പേര് വീട്ടിലും. ഈ സ്ത്രീയുടെ മകളും 2 കുട്ടികളും അവരുടെ ഭർത്താവും വീട്ടിലാണ്. അത്ര ഇതല്ല. അവര് രാത്രി വിളിക്കുകയാണ്, ഈ അമ്മ ഹോസ്പിറ്റലില് വീണ് കാലിന്റെ തൊടയില് പൊട്ടി, ഇതെല്ലാം ബെഡിൽ തന്നെയാണ് ഇവര് ഇതൊക്കെ പോകുന്നത്, വലിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കുക, ആ ഒരു അസുഖം വന്നതിന്റെ ഭാഗമായിട്ട് അവരെ ചികിത്സിക്കാൻ മറ്റുള്ളവർക്ക് പോലും അടുത്ത് ചെല്ലാൻ കഴിയില്ല. പിന്നെ വീട്ടിൽ രോഗിയായിട്ടുള്ള അവരും കൂടെ പോയി അഡ്മിറ്റായി, അവരോട് പറഞ്ഞ് അഡ്മിറ്റായി, അവരുടെ സംരക്ഷണയിലാണ്. അപ്പോൾ ആ രോഗത്തിന്റെ ഭീകരതയ്ക്ക് മാറ്റുവാൻ വേണ്ടിയാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ആ നിയമങ്ങളെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. നമ്മളെല്ലാം വളരെ ഈസി ആയിട്ട് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ വ്യാപനം ഒരു ഘട്ടം കഴിഞ്ഞാൽ ആർക്കും തടുത്തു നിൽക്കാൻ കഴിയും. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടതാണ്. എത്രയോ പേരാണ് തെരുവുകളിൽ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ എത്തിയെങ്കിൽ, ഒരുപാട് ഉന്നതത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളെത്തിയെങ്കിൽ നമ്മളുടെ അവസ്ഥ അങ്ങനെ കൊണ്ടെത്തിക്കാൻ പാടില്ല. ഒരുപാട് വിദ്യാഭ്യാസപരമായ മുന്നോട്ടുള്ള നമ്മൾ അങ്ങനെ എത്തിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നിയമങ്ങൾ അത്ര കഠിനമായിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് ജീവനക്കാർ നടന്നു പോകുന്നത്. നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ അനുകൂലമായ നിയമങ്ങൾ ആ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്, അതിൽ നിന്നും വ്യതിചലിക്കുവാൻ വേണ്ടിയാണ് മറ്റുള്ള കാർക്കശ്യം നിറഞ്ഞ നിയമങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 4 പുസ്തകങ്ങളെ പറ്റി ഏകദേശം ഒരു ധാരണ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഏകദേശം ഒരു ധാരണ. കാരണം ഈ 4 പുസ്തകങ്ങൾ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് ഇപ്പോൾ കാര്യമില്ല. ഈ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ സമയത്ത് നമുക്ക് കാര്യമില്ല. എന്നാൽ നമ്മൾ അതിന്റെ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കും വേണം. കാരണം ചിലപ്പോൾ നമ്മളിപ്പോ ഒരു അടിസ്ഥാനപരമായ ഒരു ക്ലർക്കൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾ എഴുതുന്ന ശരികളോ തെറ്റുകളോ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നതെങ്കിൽ, അത് മുകളോട്ട് പോയിട്ട് അത് വളരെ ഭീകരമായുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു അധ്യാപകൻ എടുത്ത സർവീസ് റൂൾ എടുത്ത ഒരു ക്ലാസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ പണ്ടൊരു ക്ലാർക്ക് ഒരു ഫിക്സേഷന്റെ ഭാഗമായി, ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട്, പ്രൊബേഷൻ ഡിക്ലറിന്റെ ഭാഗമായിട്ട് KS&SSR റൂൾ 12 പ്രകാരം ഒന്നുകൊണ്ട് എഴുതിയിട്ട് ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലറിന്റെ കാര്യത്തിൽ എഴുതിയതാണ്. അപ്പോൾ സൂപ്പർവൈസർ നോക്കിയപ്പോൾ KS&SSR, ഇതിന്റെ KSR-ന് 2 S എന്താ കൂടുതൽ വന്നതാണ്. ഇത് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂളാണ് KS&SSR. കേരള സർവീസ് റൂളാണ് KSR. KS&SSR-ഉം KSR-ഉം അറിയാൻ പാടില്ലാത്ത, പഠിക്കാത്ത ഒരാൾ മുകളിൽ വന്നാൽ, എല്ലാവരും ഇത് പഠിക്കണമെന്നില്ല. നമ്മുടെ സൂപ്പർവൈസറി ഓഫീസറിലേക്ക് ചിലപ്പോൾ ടെക്നിക്കലി ആയിട്ടുള്ള ആൾക്കാർ വരാം, അവർ ഇതൊക്കെ പഠിക്കണമെന്നില്ല. അവർക്ക് ഇതൊക്കെ പാസ്സാകണം. പക്ഷെ ആ പാസ്സാകുന്നതോടുകൂടി ഇല്ലാണ്ടായി, അവരുടെ ഫീൽഡ് മാറി. ഇതെപ്പോഴും എല്ലായ്പ്പോഴും തലയിലിരിക്കുന്ന സാധനമല്ല. അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാം. എഴുതി ഒരു ക്ലാർക്കിനെ ഞാൻ കൂട്ടുമ്പോൾ ഒരുപാട് അറിവുള്ള ജൂനിയർ ക്ലാർക്കുമാരുടെ തീരെ അറിവില്ലാത്ത മുകളിലുള്ള ആൾക്കാരുണ്ടാകാം, തിരിച്ചും ഉണ്ടാകാം. അപ്പൊ ഒരു ക്ലാർക്കിനെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ, ആശ്രയിച്ചു കൂടായിക്കുന്നല്ല ഞാൻ പറയുന്നത്, ആശ്രയിക്കുന്ന രീതിയിൽ അയാൾ എന്തെങ്കിലും തെറ്റെഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ കുഴപ്പങ്ങൾ ആ സർവീസ് റൂള് പ്രയോഗിക്കപ്പെടുന്ന ആൾക്കുണ്ടാകും. ഇവർക്ക് 2 പേർക്കല്ല, നോക്കിയാൾക്കും എഴുതിയാൾക്കും അല്ല ഉണ്ടാകുക. അതുകൊണ്ട് സർവീസ് റൂളുകളെ പറ്റി നല്ലൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നല്ലതാണ്. ഈ പുസ്തകങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് കിട്ടാവുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ ഒരുപാട് മേഖലകളിലൂടെ, പണ്ടെന്നുള്ള പോലെ ഇപ്പോൾ ഒരു ക്ലാസ് കിട്ടണമെങ്കിൽ നമുക്ക് ക്ലാസ് കിട്ടുക എന്നുള്ള അപൂർവമാണ്. ഇതുപോലുള്ള KSR സംബന്ധിച്ച വർഷത്തിൽ 2 ക്ലാസ് യൂണിയൻ ഓഫീസുകളിൽ എടുക്കുന്ന ക്ലാസ്സുകളല്ലാണ്ട് നമുക്ക് വേറെ ക്ലാസ്സുകളൊന്നും ലഭ്യമല്ലായിരുന്നു. പുസ്തകത്തെ തന്നെ ആശ്രയിക്കണം. ഗൈഡുകളും പുസ്തകങ്ങളും എല്ലാം തന്നെ ആശ്രയിക്കണം. പണ്ട് ഇത് നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ ആഴ്ചക്ക് ഇങ്ങനെ സംശയങ്ങൾക്ക് മറുപടിയൊക്കെ വന്നിട്ട് അതിലൂടെയൊക്കെ ആശ്രയിച്ചിട്ട് തെറ്റുകളൊക്കെ ഉണ്ടാകും. ഒരുപാട് തെറ്റുകൾ ഗൈഡുകളിലൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രിന്റിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ആകാം.
പക്ഷേ നമ്മൾ തെറ്റുകളിലേക്ക് അപ്പോൾ പല പല റെഫറൻസുകൾ നമുക്ക് ആവശ്യമാണ്. സർവീസിൽ ഉള്ള സമയം ഇത്തരം കാര്യങ്ങൾ പൂർണ്ണതയോടുകൂടി അല്ലെങ്കിൽ നല്ലൊരു ധാരണയും പൂർണ്ണമായുള്ള ധാരണയോടുകൂടി അല്ലാണ്ട് ഒന്നും മുന്നോട്ട് കൊണ്ടുവരുന്നത് അതായിരിക്കും എന്നുള്ള രീതിയിൽ സർവീസ് റൂളിനെ വളച്ചൊടിക്കാൻ പാടില്ല. അതാണ് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ഈ റൂളുകൾ കൈകാര്യം ചെയ്യുന്നവർക്കുണ്ട്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ റൂളുകൾ മുന്നോട്ട് കൊണ്ടുവരും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണം വരുത്തിയതിനു ശേഷം മാത്രമേ റൂളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അത് എനിക്ക് ഈ ക്ലാസ് എടുക്കാൻ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എടുക്കണോ, മറ്റേ നേരിട്ട് നമുക്ക് സംശയം ചോദിക്കും. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് വിളിക്കുന്ന ആര് കേൾക്കുന്ന ആര് എന്നുള്ള അറിയില്ല. ഒരു ഫോൺ വരുമ്പോഴത്തേക്കും എപ്പോൾ ഫോൺ വന്നാലും മറുപടി പറയുന്നത്. പക്ഷേ നമുക്കൊരു ഒരു ഒരു ആവേശം തോന്നുകയാണ്. അത് കാരണം നമ്മളോട് സംശയം ചോദിക്കുന്നല്ലോ എന്നുള്ളത്, ചോദിക്കുന്നു എന്നത് അറിയുവാൻ വേണ്ടിയുള്ളത് ആണ്. ഞാൻ അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ മെറ്റേണിറ്റി ലീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ അത് അതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡിൽ EL എടുത്ത് കഴിഞ്ഞാൽ അത് അടച്ചിട്ട് അതിന്റെ പൈസ LW ആക്കി മാറ്റി പൈസ അടക്കണം എന്നൊക്കെ പറയുന്ന ഒരു ബന്ധവുമില്ലാത്ത വളരെ മരമണ്ടൻ ചോദ്യങ്ങൾ അല്ലെങ്കിൽ റൂളിനെ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അതൊക്കെ. അങ്ങനെ തെറ്റായ രീതിയിൽ ഒന്നിനെയും വളച്ചൊടിക്കുക. അപ്പൊ പെയർ റിവിഷനൊക്കെ ഒരു വളരെ സൂക്ഷിക്കണം നമ്മുടെ ശമ്പളം ഫിക്സ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകാം. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആളുടെ ശമ്പളം ഫിക്സ് ചെയ്തതിന്റെ ഒരു ഭീകരത കണ്ടതാണ്. അതായത് ഒരാളുടെ ശമ്പളം ഫിക്സ് ചെയ്തിരിക്കുന്ന വെച്ചാല് അവിടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തില്ല. 2008 സർവീസ് വന്ന ആളാണ്. 2015 അയാള് സർവീസ് 2003 സർവീസ് വന്ന ആള്. 2015 അയാള് ഇത് ചെയ്യുന്നത്, ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. 8 വർഷത്തെ ഗ്രേഡ് കൊടുക്കും. 8 വർഷത്തെ ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കും കൊടുക്കുന്നത് രണ്ടും 2 സ്കെയിലാണ്. ഒരാൾ സർവീസിൽ വന്ന് ആദ്യത്തെ ഗ്രേഡായ 8 വർഷം കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഒരു സ്കെയിലും അൺക്വാളിഫൈഡിന് മറ്റൊരു സ്കെയിലോ കൊടുക്കേണ്ടത്. അതിന് നമ്മൾ പണ്ട് പ്രയോഗിക്കുന്ന ഒരു മണ്ടൻ ഗ്രേഡ് എന്നാ പറയുക. കാരണം പരീക്ഷ പാസ്സാകാത്തവൻ മണ്ടൻ എന്നുള്ള രീതിയാണ്. അങ്ങനെയൊന്നുമില്ല. പരീക്ഷ പാസ്സായക്കാൾ കൂടുതൽ നല്ല അറിവുള്ളവർ പാസ്സാകാത്തവരൊക്കെ ഉണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് പാസ്സാകാതായി പോയതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്ന് മാത്രം പറയാം. അങ്ങനെ ഒരാൾക്ക് സ്കെയിൽ കൊടുത്തത് അൺക്വാളിഫൈഡിന് കൊടുക്കേണ്ടതിന് പോലെ ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ ഗ്രേഡ് കൊടുത്തു. അതായത് 20,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് അയാൾക്ക് കൊടുത്തത് 22,000 രൂപ. 2,000 രൂപ മാസം ശമ്പളവും അതിന്റെ DAയും. അത് 2008 മുതൽ 12 കൊല്ലത്തിൽ 2011 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ 9 കൊല്ലത്തെ ശമ്പളം എത്രയാണ് ഉണ്ടാകുക പൈസ? അതായത് തെറ്റായ ഫിക്സേഷന്റെ രീതിയിൽ അയാൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോഴെങ്കിലും കെട്ടിയത് നന്നായി. ഇപ്പോഴെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ നോക്കൂ, പല AG ഇൻസ്പെക്ഷനും അവർ ഇന്റേണൽ ഓഡിറ്റിന്റെ ഇൻസ്പെക്ഷൻ നടന്നു. ഏതായാലും അവരൊന്നും കണ്ടിട്ടില്ല. അവരൊന്നും കാണാതെ പോയ ഒരു SR ആണ്. അവർ കാണാതെ പോയത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. AGയോ ഇന്റേണൽ ഓഡിറ്റോ അവരുടെ ഒരു ഓഫീസിൽ വന്ന് ഓഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം എടുത്ത് വലിച്ചു വാരി പരിശോധിക്കുന്നില്ല. കുറെയൊക്കെ പരിശോധിച്ചിട്ട് അപാകത കണ്ടെത്തിക്കൊണ്ട് ഇതുപോലുള്ള പരിശോധന നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ മറ്റുള്ള കാര്യങ്ങളിലും നടത്തണമെന്ന് ഒരു ലൈൻ കൂടെ എഴുതിയിട്ടിട്ട് പോകും. ആരും നോക്കാറില്ല. അതുകൊണ്ട് എന്താ, ഇദ്ദേഹത്തിന് 10,000 രൂപ, അതായത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം അടക്കേണ്ടി വരാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചോണ്ട് നന്നായി. റിട്ടയർ ചെയ്യാൻ ഏകദേശം 9 10 കൊല്ലം ഇനിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സുഖമാണ്, ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾക്ക് DCRT ഒന്നോ അതിന് ഗ്രാറ്റുവിറ്റി ഒന്നോ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അതൊക്കെ നേരത്തെ മേടിച്ചു പോയി മോന് സുഖമായിട്ട് വീട്ടിൽ പോകാന്നുള്ള രീതിയിലായിരിക്കും പോകേണ്ടി വരിക. മാത്രമല്ല ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഇയാൾ പെൻഷൻ മേടിക്കണമെങ്കിൽ ചിലപ്പോൾ ഇയാള് ഉണ്ടായിക്കോളണമെന്നില്ല. അത്രയും കാലം ഒരുപക്ഷെ എടുക്കും. കാരണം ഈ തിരുത്തലുകളൊക്കെ തിരുത്തി അപ്ഡേഷനൊക്കെ വരുത്തി വരുമ്പോൾ ഒരു സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, റൂളുകൾ പ്രയോഗിക്കുമ്പോൾ ആധികാരികത പൂർണ്ണമായും ഉറപ്പുവരുത്തിയതിന് ശേഷം ശരിയെന്നുള്ള രീതിയിൽ എത്തിയാൽ മാത്രമേ റൂൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സംശയത്തിന്റെ പേരിൽ ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല. അറിയാവുന്നവർ ആരുണ്ടോ അവരോട് ചോദിച്ച് 1 2 3 പ്രാവശ്യം ആൾക്കാരോട് ഈ
സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പോലെ സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ കൊണ്ട് കൂടുതൽ ഒപ്പീനിയൻ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമേ റൂള് പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞു, ഈ ചെയ്ത ആളും നോക്കിയ ആളും എല്ലാം അനുഭവിക്കുക. അത് അനുഭവിക്കേണ്ടില്ല. അതിന് ആധാരമായിട്ട് ആരാണോ അതിന്റെ ഇടയിൽ കൊടുക്കുന്നത് അവരായിരിക്കും അനുഭവിക്കുക. വലിയ വിഷമങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കും. നമ്മളായിട്ട് ഒരാളുടെ സർവീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡിസിപ്ലിനറി പ്രൊസീജിയറൊക്കെ നമ്മൾ പഠിക്കണം. റൂൾ 28A പ്രയോഗത്തിലേക്കാണ് പിന്നെയും പോകുന്നത്. റൂൾ 28A ആദ്യ ഭാഗം പറഞ്ഞു, സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള പ്രൊമോഷൻ. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷൻ ഡേറ്റിൽ 2 ഇൻക്രിമെന്റ് കൊടുക്കുക. 2 ഇൻക്രിമെന്റ് കൊടുത്ത് അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് പുതിയ ഡേറ്റ് ആയുള്ള പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുന്നു. പഴയ ഇൻക്രിമെന്റ് ഡേറ്റ് ഒഴിവാകുന്നു. രണ്ടാമത്തത്, ഇയാളുടെ പ്രൊമോഷൻ ഒഫീഷ്യേറ്റിംഗ് ആണെങ്കിൽ ഈ ഇത് തന്നെ 35,700 തുടങ്ങി 32,300 തുടങ്ങി 68,700 തീരുന്ന സ്കെയിലിൽ നിന്നും പ്രൊമോഷൻ ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻ ആയിട്ട് 35,700 75,600 എന്ന സ്കെയിലിലേക്ക് പോകുന്ന ഒരാളുടെ ഫിക്സേഷൻ നടത്തേണ്ടത് ഇങ്ങനെയാണ്. പ്രൊമോഷൻ ഡേറ്റിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ കൂടെ വാങ്ങാൻ പോകുന്ന ഒരു ഇൻക്രിമെന്റ് കൂട്ടുന്നു. പ്രൊമോഷൻ ഡേറ്റിൽ വാങ്ങിയ ശമ്പളത്തിന്റെ കൂടെ അല്ലെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ അടുത്ത ഭാവിയിൽ വരുന്ന വർഷം കിട്ടാൻ പോകുന്ന ഇൻക്രിമെന്റ് ഏതോ അതിന് തൊട്ടടുത്തുള്ള ഇൻക്രിമെന്റ് ഏതോ അത് കൂട്ടുന്നു. അങ്ങനെ കൂട്ടിക്കിട്ടുന്ന തുക ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് എത്തിച്ചിട്ട് ഹയർ ടൈം സ്കെയിലിൽ ഈ കൂട്ടിക്കിട്ടിയ തുകയുടെ അടുത്തുള്ള ഇൻക്രിമെന്റ് റേറ്റ് ഏതാ അത് ഒന്നുകൂടെ കൂട്ടുന്നു, അവിടെ ഉറപ്പിക്കുന്നു. ചുരുക്കത്തിൽ പ്രൊമോഷൻ കിട്ടിയ ദിവസത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ വാങ്ങാൻ പോകുന്ന 2 ഇൻക്രിമെന്റുകൾ കൂട്ടുക, അവിടെ ഉറപ്പിക്കുന്നു. എന്നിട്ട് ഈ തുകയെ ഇൻക്രിമെന്റ് ഡേറ്റിലേക്ക് അടുത്ത വർഷത്തെ ഇൻക്രിമെന്റ് ഡേറ്റിൽ കൊണ്ട് അവിടെ ഒരു ഇൻക്രിമെന്റും കൂടെ കൊടുക്കുന്നു. അവിടെ ഇൻക്രിമെന്റ് ഡേറ്റ് തുടർന്ന് പോകുന്നു. ശമ്പളം അവിടെ ഫിക്സേഷൻ അവിടെ ഉറപ്പിക്കുന്നു. അതാണ് റൂൾ 28A ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷന് കൊടുക്കുന്ന ഫിക്സേഷൻ രീതി. അതൊരു കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 1/7/15 35,700 മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരൻ 1/2/16 ഒഫീഷ്യേറ്റിംഗ് ആയിട്ട് പ്രൊമോഷൻ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യേണ്ടത് 35,700 കൂടെ വാങ്ങാൻ പോകുന്ന ഇൻക്രിമെന്റ് റേറ്റുകൾ അടുത്തടുത്ത ഇൻക്രിമെന്റ് റേറ്റുകൾ 2 എണ്ണം കൂട്ടുന്നു. അത് 900 വീതമാണ്. അങ്ങനെ 900 + 900 1,800 കൂട്ടുന്നു. അങ്ങനെ 35,700 + 1,800 ഈക്വൽസ് 37,500. 2 ഇൻക്രിമെന്റ് കൂട്ടിയപ്പോൾ 1/2/16 മുതൽ അയാളുടെ ശമ്പളം 37,500 ആയി മാറുന്നു. ആദ്യത്തെ സ്റ്റേജ് ഓഫ് ഫിക്സേഷൻ കഴിഞ്ഞു. പ്രൊമോഷൻ കിട്ടിയപ്പോൾ 35,700 ആയിരുന്നു. പ്രൊമോഷൻ കിട്ടുന്നതിന് മുമ്പ് 35,700 ആയിരുന്നു. പ്രൊമോഷൻ കിട്ടിയപ്പോൾ 35,700 എത്രയായി മാറി? 37,500 ആയി മാറി. 35,700 7 5 അങ്ങോട്ട് കൊണ്ട് മാറിയത് പറയും അല്ലെ, ശ്രദ്ധിക്കണം. 35,700 37,500 ആയി മാറി. 35,700 37,500 ആയി മാറിയത് എങ്ങനെയാണ്? 35,700 ശേഷം വരുന്ന 2 ഇൻക്രിമെന്റുകളായ 900 + 900 1,800 കൂട്ടിയിട്ടാണ് അത് 37,500 ആയി മാറിയത്. 37,500 ആയി മാറിയതിന്റെ എഫക്ട് എന്ന് മുതലാണ്? പ്രൊമോഷൻ കിട്ടിയ ഡേറ്റ് മുതൽ. പ്രൊമോഷൻ കിട്ടിയ ഡേറ്റ് എന്നാണ്? 1/2/16 മുതൽ. 1/2/16 35,700 37,500 ആയി മാറിയത് എങ്ങനെയാണ്? പ്രൊമോഷൻ കിട്ടിയ ഡേറ്റിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ വാങ്ങാൻ പോകുന്ന 2 ഇൻക്രിമെന്റുകൾ കൂടി കൂട്ടിയപ്പോഴാണ് 35,700 37,500 ആയി മാറിയത്. 1/2/15 നിന്ന് 1/2/16 പ്രൊമോഷൻ കിട്ടിയപ്പോൾ 2 ഇൻക്രിമെന്റിന്റെ മാറ്റം അവിടെ സംഭവിച്ചു. എന്നിട്ട് ഈ 37,500 കൊണ്ട് ഇയാൾ എവിടം വരെ യാത്ര ചെയ്യും? 1/7/16. അടുത്ത ഇൻക്രിമെന്റ് കിട്ടേണ്ട ഡേറ്റ് 1/7/16 ആയിരുന്നു. 1/7/16 ആക്ച്വലി കിട്ടേണ്ട ഒരു ഇൻക്രിമെന്റും കൂടെ ഈ 37,500 കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് റേറ്റ് മാറുന്നു, 1,000 രൂപയായി മാറുന്നു. അങ്ങനെ 1,000 രൂപയായിട്ട്
37,500 1000 രൂപയും കൂടെ കൂട്ടി 38,500 മാറും. എന്നു മുതൽ 1/7/16 മുതൽ ഫിക്സേഷൻ കഴിയുന്നു. ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിൽ 68,700 താഴെ ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷനുള്ള പോസ്റ്റ് ആണെങ്കിൽ റൂൾ 28A ആണ് പ്രയോഗിക്കേണ്ടത്. റൂൾ 28A ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രയോഗിക്കുമ്പോൾ പ്രൊമോഷൻ ഡേറ്റിൽ 2 ഇൻക്രിമെന്റ് കൊടുത്ത് അയാൾക്ക് വാർഷികമായി കിട്ടേണ്ട ഇൻക്രിമെന്റ് ഡേറ്റിലേക്ക് പോയി അവിടെ ഒരു ഇൻക്രിമെന്റും കൂടെ കൊടുക്കുമ്പോൾ റൂൾ 28A പൂർണ്ണമാകുന്നു. അതാണ് റൂൾ 28A പ്രയോഗം. ഇത് കഴിയുമ്പോൾ റൂൾ 28A കഴിയും. 1/7/16 വരെ പറഞ്ഞാൽ പോരാ. നമ്മളൊരു ഉത്തരവായിട്ട് എഴുതുമ്പോൾ ഒരു പ്രൊമോഷൻ ഫിക്സേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് എന്നുകൂടെ പറഞ്ഞു വെക്കണം. ഇപ്പോൾ 1/7/15 35,700 റൂൾ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ. 1/2/16 ആയപ്പോൾ പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ കിട്ടിയപ്പോൾ നമ്മൾ എഴുതി വെച്ചു, അതിന്റെ പ്രൊമോഷന്റെ ഫിക്സേഷൻ നടത്തി. 35,700 പ്ലസ് 900 36,600. അതിൻ്റെ കൂടെ ഒരു ഇൻക്രിമെന്റ് കൂടെ ആദ്യം കൊടുത്തത് നോഷണൽ ഇൻക്രിമെന്റ്, രണ്ടാമത് ഹയർ ടൈം സ്കെയിലിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻക്രിമെന്റ് പിന്നെ ഒരു 900 കൂടെ കൂട്ടി. 36,600 പ്ലസ് 900 37,500. 1/2/16 ഇനിഷ്യൽ ഫിക്സേഷൻ കഴിഞ്ഞു. അങ്ങനെ 35,700 1/2/16 2 ഇൻക്രിമെന്റുകൾ കൂട്ടി 37,500 ഇനിഷ്യൽ ഫിക്സേഷൻ കഴിഞ്ഞു. അത് ഫൈനലായിട്ട് ഉറപ്പിക്കുന്നത് ഇൻക്രിമെന്റ് ഡേറ്റ് ആണ്. ഇയാളുടെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/16 ആണ്. 1/7/16 ഒരു ഇൻക്രിമെന്റ് കൂടെ കൂട്ടുന്നു. 37,500 കഴിഞ്ഞാലുള്ള ഇൻക്രിമെന്റ് റേറ്റ് 900 മാറി 1000 മാറുന്നു. 37,500 പ്ലസ് 1000 38,500 മാറുന്നു. 1/7/16 ഇയാളുടെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് എന്താണ്? 1/7. അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ് 1/7/17 ആണ്. 1/7/17 എത്രയായി മാറും? 38,500 ഒരു 1000 രൂപ കിട്ടി 39,500 മാറുന്നു. അതങ്ങനെ പോകും. അടുത്ത പ്രൊമോഷനോ ഗ്രേഡോ കിട്ടുന്നവരെ അതങ്ങനെ പോകും. അതാണ് റൂൾ 28A 1/2/16 മുതലുള്ള പുതിയ പെയർ റിവിഷന്റെ ഇപ്പോൾ നിലവിലുള്ള പെയർ റിവിഷന്റെ എഫക്റ്റിൽ വരുന്ന ഫിക്സേഷൻ രീതി. 3 റൂളുകളും കഴിഞ്ഞു. റൂൾ 28, റൂൾ 28A, റൂൾ 37A. ഇനി പഠിക്കാനുള്ളത്, അറിഞ്ഞിരിക്കേണ്ടത് 1/2/16 മുമ്പ് എങ്ങനെയായിരുന്നു പേ ഫിക്സ് ചെയ്യുന്നത്? പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ റൂൾ 28A പ്രയോഗം ഈ തരത്തിലല്ലായിരുന്നു, ഓപ്ഷണലായിരുന്നു. നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. എങ്ങനെ എൻ്റെ ശമ്പളം ഫിക്സ് ചെയ്യണം, എന്നു മുതൽ ഫിക്സ് ചെയ്യണം എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. റൂൾ 28A 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. റൂൾ 28A എയും റൂൾ 28 ക്യാപിറ്റൽ A ബ്രാക്കറ്റിൽ സ്മോൾ എ. റൂൾ 28A ബി. റൂൾ 28A ക്യാപിറ്റൽ ബി സ്മോൾ. അങ്ങനെ സ്മോൾ എ എന്ന് സ്മോൾ ബി എന്ന് 2 ഓപ്ഷൻ ആയിരുന്നു 1/2/16 മുമ്പ് റൂൾ 28A പ്രയോഗം. അത് സ്മോൾ എയും സ്മോൾ ബി ആണ് ഓപ്ഷൻ. റൂൾ 28A എയും റൂൾ 28A ബിയും. നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. 2 ഓപ്ഷൻ എന്നുള്ള എ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഡേറ്റ് ഓപ്റ്റ് ചെയ്യുക, ബി എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് അവിടെ നടക്കുന്നത്. പ്രൊമോഷൻ ഡേറ്റ് ആണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ, പ്രൊമോഷൻ ഡേറ്റ് ആയ റൂൾ 28A ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രൊമോഷൻ ഡേറ്റിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ 2 ഇൻക്രിമെന്റ് കൂട്ടുന്നു. ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുന്നു. ഉദാഹരണം 1/7 പറയാൻ പാടില്ല, എങ്കിലും ഒന്ന് അത് തന്നെ പറഞ്ഞു വെക്കാൻ. 1/7/15 ഇൻക്രിമെന്റ് ഡേറ്റ്. 1/2/16 പ്രൊമോഷൻ ഡേറ്റ്. ഇയാൾ ഓപ്റ്റ് ചെയ്തത് റൂൾ 28A ആണ്. ഇൻക്രിമെന്റ് ഡേറ്റ് 1/7, പ്രൊമോഷൻ ഡേറ്റ് 1/2. ഇയാൾ പ്രൊമോഷൻ ഡേറ്റ് എ റൂൾ 28A ഓപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 35,700 ആണ് മേടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾക്ക് 35,700 പ്ലസ് 900 പ്ലസ് 900 1,800 കൂട്ടി അത് 37,500 ഉറപ്പിക്കുന്നു. റൂൾ 28A എ എന്ന് പറയുന്ന ഓപ്ഷൻ അതുകൂടെ പൂർണ്ണമാകുന്നു. ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊമോഷൻ ഡേറ്റിൽ 2 ഇൻക്രിമെന്റ് കൊടുത്ത്
ഇൻക്രിമെന്റ് ഡേറ്റിനെ തള്ളിക്കളയുന്നു, മാറ്റി പറയുന്നു, വേണ്ടാന്ന് വെക്കുന്നു. ഇയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുന്നു. റൂൾ 28A എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഡേറ്റ് 2 ഇൻക്രിമെന്റ് കൊടുക്കുക, ആ പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുന്നു അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ്. റൂൾ 28B എന്ന് പറഞ്ഞാൽ അയാൾ ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്തു. ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂൾ 28A ബി ആയിരുന്നു ഓപ്റ്റ് ചെയ്തെങ്കിൽ പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കും. എന്നിട്ട് ആ ശമ്പളത്തെ ഇയാളുടെ അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റിലേക്ക് പോകുന്നു. 1/7/15 അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് എന്നിരിക്കട്ടെ, 1/2/16 അയാളുടെ പ്രൊമോഷൻ എന്നിരിക്കട്ടെ. അങ്ങനെ 1/2/17 മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം 35,700 ആയിക്കോട്ടെ. 1/2/16 ഇയാള് ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്തുകൊണ്ട്, പ്രൊമോഷൻ ആയതുകൊണ്ട് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/7 ആണ് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഇയാളുടെ പ്രൊമോഷൻ ഡേറ്റ് ആയ 1/2/16 ഒരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു. അതായത് മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം 35,700 ഒരു ഇൻക്രിമെന്റ് ആഡ് ചെയ്യുമ്പോൾ 900 ആഡ് ചെയ്യുന്നു. അങ്ങനെ 900 ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് 36,600. 36,600 കിട്ടും. 36,600 ആയ ആ ശമ്പളത്തെ ഇയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് ആയ 1/7/16 വരെ എത്തിക്കുന്നു. ആ 1/7/16 2 ഇൻക്രിമെന്റുകൾ കൊടുക്കുന്നു. 900 പിന്നെ ഒരു 1000 മാറും. അല്ല, ഇവിടെ 900 പ്ലസ് 900 അവിടെ 1800 വന്നു. അങ്ങനെ ഇയാളുടെ ശമ്പളം 37,500 തീരുന്നു. 36,600 അല്ല, 900 പ്ലസ് 1000, അതായത് 1/2/16 പ്രൊമോഷനായി ഇയാൾ ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്യുമ്പോൾ 35,700 ഒരു ഇൻക്രിമെന്റ് കൂട്ടുന്നു. അതായത് 35,700 പ്ലസ് 900 36,600 ഇൻക്രിമെന്റ് ഡേറ്റിലേക്ക് എത്തിക്കുന്നു. 1/7/16 ഇൻക്രിമെന്റ് ഡേറ്റ്. അങ്ങനെ ഇൻക്രിമെന്റ് ഡേറ്റിൽ 37,600 കൊണ്ടെത്തിച്ച് അവിടെ 2 ഇൻക്രിമെന്റ് കൊടുക്കുന്നു. അവിടെ 2 റേറ്റ് ഓഫ് ഇൻക്രിമെന്റ് ആണ്. 36,600 കൂടെ 900 കൂട്ടുമ്പോൾ 37,500 മാറുന്നു. 37,500 കഴിഞ്ഞാലുള്ള ഇൻക്രിമെന്റ് ഡേറ്റ് 900 മാറി 1000 മാറുന്നു. അപ്പോൾ 37,500 പ്ലസ് 1000 38,500 എന്ന് മുതൽ 1/7/16 മുതൽ അയാളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയായി മാറും. നേരെ തിരിച്ചെടുക്കും. ഈ ഇപ്പോഴുള്ള റൂളിന്റെ രണ്ടും കൂടെ ചേർന്ന റൂൾ 28A 2 റൂളും കൂടെ ചേർന്ന ഒരു സമ്മിശ്ര രൂപമായിരുന്നു സ്വരൂപമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിന്, അതായത് പ്രൊമോഷൻ ഡേറ്റിൽ 2 ഇൻക്രിമെന്റ് ഡേറ്റ് ഇൻക്രിമെന്റ് ആഡ് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ ഡേറ്റ് ആയി മാറുന്നു ഇൻക്രിമെന്റ് ഡേറ്റ്. അത് റൂൾ 28A പ്രൊമോഷൻ ഡേറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് ഇൻക്രിമെന്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊമോഷൻ ഡേറ്റിൽ ഒരു ഇൻക്രിമെന്റും ഇൻക്രിമെന്റ് ഡേറ്റ് 2 ഇൻക്രിമെന്റും കൊടുത്തുകൊണ്ട് അവിടെ അയാളുടെ റൂൾ ഫിക്സേഷൻ ഓഫ് റൂൾ 28Aയും Bയും അവിടെ ഈ 2 രീതി പ്രയോഗിച്ചുകൊണ്ട് പൂർണ്ണമാക്കും. ഏതെങ്കിലും ഒന്നേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ എ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബി ഓപ്റ്റ് ചെയ്യാം. പല കാരണങ്ങളുണ്ടായിരുന്നു ആ ഓപ്ഷൻ. കാരണം അടുത്ത പ്രൊമോഷൻ അധികം ദൂരം അല്ലെങ്കിൽ സാധാരണഗതിയിൽ റൂൾ 28A എ ഓപ്റ്റ് ചെയ്യുന്നു. കൂടുതൽ ദൂരമുള്ളതാണെങ്കിൽ 28Bയും ഓപ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു രീതി അതായിരുന്നു. ഇതായിരുന്നു പഴയ പ്രയോഗം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗ്രേഡ് കിട്ടുമ്പോഴുള്ള ഫിക്സേഷൻ. ഗ്രേഡ് നമുക്ക് ആദ്യത്തെ 27 സ്കെയിലുകളെ പറ്റി ഞാൻ പറഞ്ഞു. ആദ്യത്തെ 20 സ്കെയിലുകൾക്ക് മാത്രമേ ഗ്രേഡ് ഉള്ളൂ. 21 മുതൽ 27 വരെയുള്ള സ്കെയിലുകൾക്ക് ഗ്രേഡ് ഇല്ല, ഗ്രേഡ് ആനുകൂല്യമില്ല. റൂൾ 28A ആണ് ഇവിടെ പ്രയോഗം. ഗ്രേഡിന്റെ പ്രയോഗം ഒരൊറ്റ റൂളെ ഉപയോഗിക്കുന്നു, റൂൾ 28A എന്ന് പറയുന്നത്. അതായത് ഗ്രേഡിന്റെ കാര്യത്തിൽ സബ്സ്റ്റാൻറ്റീവ് എന്നുള്ള പ്രയോഗമില്ല. ഗ്രേഡിന്റെ കാര്യത്തിൽ ഒരു വർഷം, നിശ്ചിത വർഷം പൂർത്തിയാകുക എന്നുള്ളത് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. അതായത് 8 വർഷത്തിനും 15 വർഷത്തിനും 22 വർഷത്തിനും 27 വർഷത്തിനുമുള്ള ഗ്രേഡുകളാണ് കൊടുക്കുന്നത്. ആദ്യത്തെ 4 സ്കെയിലുകൾക്ക് മാത്രമേ 27 വർഷത്തെ ഗ്രേഡ് കിട്ടുകയുള്ളൂ. അങ്ങനെ നിശ്ചിത വർഷം പൂർത്തിയാകുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ ഗ്രേഡിന്റെ ഫിക്സേഷൻ. 1/2/16 മുമ്പ് ഗ്രേഡിന്റെ ഫിക്സേഷനിൽ ഓപ്ഷൻ രീതിയാണ് ചെറിയൊരു വ്യത്യാസമാണ്. 1/2/16 ശേഷം കൃത്യമായിട്ട് നമ്മുടെ 8 വർഷം പൂർത്തിയാകുന്ന ദിവസം ഏതോ ആ ദിവസം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ 2 ഇൻക്രിമെന്റ് കൂട്ടി അടുത്ത സ്റ്റേജിൽ എത്തിക്കുക. അതാണ് ഒരു ഇൻക്രിമെന്റിൽ ഓവർ ടൈം സ്കെയിലും അടുത്ത ഇൻക്രിമെന്റ് ഹയർ ടൈം സ്കെയിലിൽ എത്തിച്ചിട്ട് ഹയർ ടൈം സ്കെയിൽ ഫിക്സ് ചെയ്യാനുണ്ടായ 2 ഇൻക്രിമെന്റിന്റെ ബെനിഫിറ്റ് 8 വർഷമോ 22 വർഷമോ 27 വർഷമോ
8 വർഷമോ 15 വർഷമോ 22 വർഷമോ 27 വർഷമോ ഏത് വർഷമാണോ പൂർത്തിയാകുന്നത് ആ വർഷത്തിന്റെ ദിവസം നമുക്ക് സർവീസിൽ കയറിയത് മുതൽ കൃത്യമായിട്ട് 8 വർഷം പൂർത്തിയാകുന്ന ദിവസം ഏതാണോ അതെടുക്കുക. ആ ദിവസത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എത്രയാന്ന് നോക്കുക. അതിന്റെ കൂടെ 2 ഇൻക്രിമെന്റുകൾ കൂട്ടിക്കൊണ്ട് ഗ്രേഡ് ഫിക്സേഷൻ പൂർണ്ണമാകുന്നു എന്ന് പറയാൻ കഴിയില്ല. അവിടെ 2 ഇൻക്രിമെന്റ് കൊടുത്ത് ഇയാളെ ഇൻക്രിമെന്റ് ഡേറ്റ് ഏതാണോ ആ ഇൻക്രിമെന്റ് ഡേറ്റ് തുടർന്ന് ഇൻക്രിമെന്റ് നൽകിക്കൊണ്ടുള്ള ആ തുടർച്ചാനുമതി കൂടെ കൊടുക്കുന്നു. അതോടുകൂടി ഗ്രേഡിന്റെ ഫിക്സേഷൻ ഈ എല്ലാ ഗ്രേഡിലും ഫിക്സേഷൻ ഒറ്റ രീതിയാണ്. അത് 8 ആകട്ടെ 15 ആകട്ടെ 22 ആകട്ടെ 27 ആകട്ടെ ഇതാണ് അതിന്റെ രീതി. വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് 8 ആകട്ടെ 8 വർഷം പൂർത്തിയാകും, 15 വർഷം പൂർത്തിയാകും, 22 വർഷം പൂർത്തിയാകും, 27 വർഷം പൂർത്തിയാകുന്ന ആ ദിവസത്തിന് മേടിച്ചു കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ കൂടെ 2 ഇൻക്രിമെന്റുകൾ കൂട്ടി ഫിക്സ് ചെയ്തുകൊണ്ട് അയാൾ ഇൻക്രിമെന്റ് ഡേറ്റ് ആക്ച്വൽ ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നതാണ് ഇപ്പോഴുള്ള ഗ്രേഡ് ഫിക്സേഷന്റെ രീതി. ഇതാണ് നമുക്ക് ഫിക്സേഷന്റെ പൂർണ്ണമായ രൂപം. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വേണമെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് ഇത് ആവർത്തിക്കാം. നമുക്ക് കുറച്ച് പ്രോബ്ലം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. ആ പ്രോബ്ലം കൂടെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെ എത്തിച്ചുകൊണ്ട് ഇതിന് ശേഷവും സംശയങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് 18-ാം തീയതി 18-11 പരീക്ഷ വരുന്നത്. അതിനു മുമ്പായിട്ട് ഈ മാസം തന്നെ നമുക്ക് ഫിക്സേഷന്റെ പൂർണ്ണമായുള്ള രൂപത്തിലേക്ക് പോകാം. ഇനി നമുക്ക് എടുക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. ബാറിംഗ് ഓഫ് ഇൻക്രിമെന്റ്, കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്, ഫോറിൻ സർവീസ്. ഈ 3 പോർഷനുകളാണ് എടുക്കേണ്ടത്. ഇൻക്രിമെന്റ് ബാർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ടെമ്പററി ബാറിംഗോ താൽക്കാലിക ബാറിംഗ് അല്ലെങ്കിൽ ടെമ്പററി ബാറിംഗ്, അതായത് വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറയുന്ന ഇൻക്രിമെന്റ് ബാറിംഗ് ഉണ്ട്. വിത്ത് ക്യുമുലേറ്റീവ് എഫക്ട് അഥവാ സഞ്ചിത ഭാവത്തോടുള്ള ഇൻക്രിമെന്റ് ബാറിംഗ്. 2 രീതിയിലുള്ള ഇൻക്രിമെന്റ് ബാറിംഗുകളുണ്ട്. അത് ഡിസിപ്ലിനറി പ്രൊസീജിയർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതൊരു ക്ലാസ്സിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്. കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് വെച്ചാൽ ഒരു ജീവനക്കാരൻ ഒരു സർവീസിൽ ഒരു കേഡറിൽ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു കേഡറിന്റെ അധിക ചുമതല വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയാണ് കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നത്. മറ്റൊന്ന് ഫോറിൻ സർവീസ്. ഫോറിൻ സർവീസ് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ കമ്പനി കോർപ്പറേഷനിലേക്കോ ഡെപ്യൂട്ടേഷൻ പോകുന്ന സർവീസിനെയാണ് നമ്മൾ ഫോറിൻ സർവീസ് എന്ന വിഷയിൽ പറയുന്നത്. അതെന്തെന്നും അതിന്റെ കാലപരിധി എന്തെന്നൊക്കെ പറയുന്ന അത് ക്ലാസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കേണ്ട രീതിയിലൊന്നും കാര്യങ്ങളായിട്ട് വരുന്നില്ല. എങ്കിലും ചില പോയിന്റ്സ് പറഞ്ഞു പോയി ആ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എക്സാമിന്റെ ഭാഗമായിട്ട് വരാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇത് ഇൻക്രിമെന്റ് ബാറിങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊന്ന് പഠനത്തിന്റെ കാര്യമായിട്ടുള്ളൂ. മനസ്സിലാക്കേണ്ട മറ്റുള്ളൊക്കെ പുസ്തകം കയ്യിലോട്ട് തുറന്നു നോക്കിയാൽ ആ പേജുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്ന ഭാഗങ്ങൾ. എങ്കിലും അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട്, അതായത് ബാറിംഗ് ഓഫ് ഇൻക്രിമെന്റ്, കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ ഫോറിൻ സർവീസ് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർണ്ണതയിലേക്ക് പോകാം. KSRന്റെ ഒരു ഭാഗം ഞാൻ എടുക്കുന്ന ഭാഗം അതുകൊണ്ട് പൂർണ്ണമാകും. അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് TA സംബന്ധിച്ചും അതുപോലെ തന്നെ പെൻഷനെ സംബന്ധിച്ചുമുള്ള ക്ലാസ്സുകളാണ്. അത് 2 അധ്യാപകരാണ് അതെടുക്കുന്നത്. അവർ എടുത്തുകൊണ്ട് അത് പൂർണ്ണതയിലെത്തിക്കും. അടുത്ത ദിവസങ്ങളിൽ അവരുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് ഇനി അടുത്ത തുടർച്ചയായ ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കുറെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇതിലൂടെ വോയിസ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഇതിലൂടെ യൂട്യൂബിലൂടെ തന്നെ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സംശയം നിവൃത്തി വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ആരും മുന്നോട്ട് പോകേണ്ട പ്രശ്നമില്ല. നല്ല മാർക്കോട് കൂടെ തന്നെ ഇത് KSR നിങ്ങൾക്ക് പാസ്സാക്കാൻ കഴിയും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നവരെ ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സുകളും നല്ല രീതിയിൽ ശ്രദ്ധിക്കുവാനും വരുന്ന പരീക്ഷയിൽ തന്നെ ഈ 2020 2020 തുടങ്ങിയപ്പോൾ ഇങ്ങനെ വളരെ ആവേശകരമായുള്ള തുടക്കം എന്നുള്ള ഒരു വർഷമായിരുന്നെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ 2020 നമുക്ക് KSRനെ സംബന്ധിച്ച് ഒരു നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവരും നല്ല രീതിയിൽ
പരീക്ഷയെ കാണണമെന്നും അത് അറ്റൻഡ് ചെയ്യണമെന്നും ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോ ഇവിടെയുള്ള ഏത് രീതിയിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റൂളുകളെ പറ്റിയോ ഉത്തരവുകളെ പറ്റിയോ സംശയങ്ങളുണ്ടെങ്കിൽ സംശയം നിവാരണം വരുത്താവുന്നതാണ്. ഏത് സമയത്ത് വിളിച്ചാലും അറ്റൻഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമയം പറഞ്ഞു, കാരണം എന്തെങ്കിലും ഒരു തിരക്കിലാണെങ്കിൽ തിരക്കില്ലാത്തൊരു സമയം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക. KSR നിങ്ങളെല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ് കേരള NGO യൂണിയൻ നടത്തുന്ന ഈ കേരള സർവീസ് സ്കൂളിന്റെ ക്ലാസ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള വിജയം നേടണമെന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.